വെൽക്കം ഓൾ. വെൽക്കം ടു സിവിൽ ലൈൻസ് ക്ലാസ്സസ്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ റഷ് അവറിൽ നമ്മൾ പാർട്ട് 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ബാക്കി ബാലൻസ് ആയിട്ടുള്ള പോർഷൻ നമ്മൾ കവർ ചെയ്യാനായിട്ടാണ് ഇന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫ്ലോറിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ അപ് ടു DPC പോയിൻറ്റിങ് പ്ലാസ്റ്ററിങ് വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ദെൻ നെക്സ്റ്റ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലോറിനെ പറ്റിയാണ്. അപ്പോൾ ഫ്ലോറിൽ നമുക്ക് മെയിനായിട്ടും 2 ടൈപ്പ് ഫ്ലോർ ആണുള്ളത്. 2 ടൈപ്പ് ഫ്ലോർ എന്ന് പറയുന്നത് ടിമ്പർ ഫ്ലോർസും ഉണ്ട്, അതേപോലെ തന്നെ കോമ്പോസിറ്റ് ഫ്ലോർസും ഉണ്ട്. അതിൽ ടിമ്പർ ഫ്ലോറിൽ 4 ടൈപ്പ് ഫ്ലോറുകളുണ്ട്, 4 സബ് കാറ്റഗറികളുണ്ട്. ഒന്ന് ബേസ്മെൻറ്റ് ഓർ ഗ്രൗണ്ട് ഫ്ലോർ ഓഫ് ടിമ്പർ എന്ന് പറയാം. പിന്നെ ഉള്ളത് സിംഗിൾ ജോയിസ്റ്റ്, ഡബിൾ ജോയിസ്റ്റ്, അതേപോലെ തന്നെ ട്രിപ്പിൾ ജോയിസ്റ്റ്. കോമ്പോസിറ്റ് ഫ്ലോർസ് എടുത്തു കഴിഞ്ഞാൽ ഡബിൾ ഫ്ലാഗ് സ്റ്റോൺ ഫ്ലോർസ് ഉണ്ട്, ഫില്ലർ ജോയിസ്റ്റ് ഫ്ലോർ ഉണ്ട്, ജാക്കാർച്ച് ഫ്ലോർ, RCC ഫ്ലോർ, ഹോളോ ബ്ലോക്ക് ആൻഡ് റിബ് ഫ്ലോർ, അതേപോലെ തന്നെ പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ഫ്ലോർ. അപ്പം ഇങ്ങനെ ഇത്രയും ടൈപ്പ് ഫ്ലോറുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് ടൈപ്പ് ഫ്ലോറിലേക്ക് പോകാം. ആദ്യത്തെ ടൈപ്പ് ഫ്ലോർ എന്ന് പറയുന്നത് ടിമ്പർ ഫ്ലോർസ് ആണ്. അതിലെ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ബേസ്മെൻറ്റ് ഓർ ഗ്രൗണ്ട് ഫ്ലോർ ഓഫ് ടിമ്പർ ആണ്. അപ്പം ഇത് പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ഫ്ലോറിന് വേണ്ടിയിട്ടായിരിക്കും? ഗ്രൗണ്ട് ഫ്ലോർ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ബേസ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ ഓഫ് ടിമ്പർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇതിൻ്റെ ക്വസ്റ്റ്യൻ പർട്ടിക്കുലർ ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഡാൻസസ് ആൻഡ് ഡ്രാമാസ് ക്യാരി ഔട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫ്ലോർ ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. ഇറ്റ് വിൽ ബി ബേസ്മെൻറ്റ് ഓർ ഗ്രൗണ്ട് ഫ്ലോർ ഓഫ് ടിമ്പർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ടിപ്പിക്കൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പിൽ നമുക്കൊരു ഫ്ലോർ ബോർഡ് ഉണ്ടാവും. ദെൻ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബ്രിഡ്ജിങ് ജോയിസ്റ്റ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വാൾ പ്ലേറ്റ്സ്. ഈ വാൾ പ്ലേറ്റ്സ് ഇരിക്കുന്നത് സ്ലീപ്പർ വാളുകളിലായിരിക്കും. അത് നേരെ താഴെയുള്ളത് ഒരു കോൺക്രീറ്റ് ബെഡ്. ഇങ്ങനെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. ബാക്കി വരുന്ന ഗ്യാപ്പുകളിലെല്ലാം സെലക്റ്റഡ് എർത്ത് വെച്ച് ഫില്ല് ചെയ്യും. അപ്പോൾ ഇതിന് നമുക്കൊരു സ്പാനിൻ്റെ റെസ്ട്രിക്ഷൻ ഇല്ല, കാരണം ഇത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് നമുക്ക് എത്ര സ്പാനിലേക്ക് വേണമെങ്കിലും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി നമുക്കുണ്ട്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഫ്ലോർ എന്ന് പറയുന്നത് സിംഗിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ ആണ്. സിംഗിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ, അപ്പോൾ അതായത് ഫ്ലോർ ബോർഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെമ്പർ, അതേതാണ് ആ ബ്രിഡ്ജിങ് ജോയിസ്റ്റ് മെമ്പർ. അവിടെ വരെ നമുക്ക് കൺസ്ട്രക്ഷൻ ഉള്ളൂ. അപ്പം ഇതെന്ന് പറയുന്നത് നമുക്ക് അപ്പർ ഫ്ലോറുകളിലേക്ക് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, സിംഗിൾ ജോയിസ്റ്റ് ആയാലും ഡബിൾ ജോയിസ്റ്റ് ആയാലും ട്രിപ്പിൾ ജോയിസ്റ്റ് ആയാലും അപ്പർ ഫ്ലോറുകളിലേക്ക് യൂസ് ചെയ്യുന്ന ഫ്ലോറുകളാണ് ഈ പറയുന്നതെല്ലാം. അപ്പോൾ ഇതിലെ ഫസ്റ്റ് സിംഗിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ എടുത്തു കഴിഞ്ഞാൽ 2 വാൾസ് ഉണ്ടാവും. ആ 2 വാൾസിന് കുറുകെ നമ്മൾ ബ്രിഡ്ജിങ് ജോയിസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. ബ്രിഡ്ജിങ് ജോയിസ്റ്റ് മുകളിലായിട്ട് നമ്മൾ ഫ്ലോർ ബോർഡ് പ്രൊവൈഡ് ചെയ്യും. ഇവിടെ സ്പാൻ ഓർത്തിരിക്കണം. സ്പാൻ എന്ന് പറയുന്നത് അപ് ടു 2.4 മീറ്റേഴ്സ് ആണ് വിത്തൗട്ട് ഹെറിംഗ് ബോൺ സ്ട്രട്ടിങ് എന്ന് പറയുന്നത്. ഹെറിംഗ് ബോൺ സ്ട്രട്ടിങ്ങോടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്പാൻ എന്ന് പറയുന്നത് 2.4 to 3.6 മീറ്റേഴ്സ് വരെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അത് ഓർത്തിരിക്കുക, സ്പാൻ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇവിടെ ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ബ്രിഡ്ജിങ് ജോയിസ്റ്റുകൾ തമ്മിലുള്ള ഗ്യാപ്പാണ്. അപ്പോൾ ബ്രിഡ്ജിങ് ജോയിസ്റ്റുകൾ തമ്മിലുള്ള ഗ്യാപ്പ് അല്ലെങ്കിൽ ആ സ്പേസിംഗ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 300 mm to 450 mm ആയിരിക്കും. അത് ഓർത്ത് വെച്ചിരിക്കുക, ആ വാല്യൂ 300 to 450 mm. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡബിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ ആണ്. അപ്പോൾ ഡബിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിഡ്ജിങ് ജോയിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെമ്പർ, ബ്രിഡ്ജിങ് ജോയിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെമ്പർ, അതായത് അഡീഷണലി നമ്മളൊരു മെമ്പറോടെ പ്രൊവൈഡ് ചെയ്യും. ആ ബ്രിഡ്ജിങ് ജോയിസ്റ്റിനെ അഡീഷണലി സപ്പോർട്ട് ചെയ്യുന്ന മെമ്പറിനെ വിളിക്കുന്ന പേര് ബൈൻഡേഴ്സ് എന്നാണ്. ഇവിടെ ബൈൻഡേഴ്സ് തമ്മിലുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 1.8 മീറ്റേഴ്സ് ടു 2.4 മീറ്റേഴ്സ് ആണ്. ബ്രിഡ്ജിങ് ജോയിസ്റ്റുകൾ തമ്മിലുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 300 mm ആയിരിക്കും. ഓക്കെ, അത് ഓർത്തിരിക്കുക. ദെൻ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പാൻ 3.6 മീറ്റേഴ്സിനെ എക്സീഡ് ചെയ്യുമ്പോഴാണ്. സ്പാൻ എന്ന് പറയുന്നത് 3.6 to 7.5 മീറ്റേഴ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു സ്പാൻ പ്രൊവിഷനിൽ യൂസ് ചെയ്യുന്ന സാധനമാണ് ഡബിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ എന്ന് പറയുന്നത്. ഇവിടെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രിഡ്ജിങ് ജോയിസ്റ്റും ബൈൻഡേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ജോയിന്റിനെ വിളിക്കുന്ന പേരെന്താണെന്ന് വേണേൽ ചോദിക്കാം. ഇവിടെ യൂസ് ചെയ്യുന്ന ജോയിന്റ് ഒന്നുകിൽ കോക്ഡ് ജോയിന്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നോച്ച്ഡ് ജോയിന്റ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമുക്ക് എക്സ്പെക്റ്റഡ് ആണ്. സ്പാൻ ഓർത്തിരിക്കുക, ഇവിടെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ജോയിന്റും ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്രെയിംഡ് അല്ലെങ്കിൽ ട്രിപ്പിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ ആണ്. ഫ്രെയിംഡ് അല്ലെങ്കിൽ ട്രിപ്പിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ബൈൻഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെമ്പറോടെ അഡീഷണലി വരും. ബൈൻഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന അഡീഷണൽ മെമ്പർ എന്ന് പറയുന്നത് ഗേഡേഴ്സ് ആണ്. ബൈൻഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന അഡീഷണൽ മെമ്പർ, അതിനെ വിളിക്കുന്ന പേര് ഗേഡർ എന്നാണ്. ഗേഡറുകൾ തമ്മിലുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് 3 മീറ്റേഴ്സ് ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചു ബൈൻഡേഴ്സ് തമ്മിലുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് 1.8 to 2.4 ആണ്. ബ്രിഡ്ജിങ് ജോയിസ്റ്റുകൾ തമ്മിലുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് 300 mm ആയിരിക്കും. അപ്പോൾ ഇതാണ് ഒരു ഫ്രെയിംഡ് അല്ലെങ്കിൽ ട്രിപ്പിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ അഡീഷണൽ ആയിട്ട് ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്
നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ജോയിന്റ് എന്ന് പറയുന്നത് ഈ ടൈപ്പ് ജോയിന്റ്, അതായത് ഗേർഡറിനെയും ബൈൻഡറിനെയും കണക്ട് ചെയ്യുന്ന ജോയിന്റ്, അതിനെ വിളിക്കുന്ന പേര് ടസ്ക് ആൻഡ് ടെനൻ ജോയിന്റ് എന്നാണ്. അതിന്റെ പേര് ടസ്ക് ആൻഡ് ടെനൻ ജോയിന്റ് എന്നാണ്. ഇതേപോലെയാണ് അതിന്റെ ജോയിന്റ് കൺസ്ട്രക്ഷൻ വരുന്നത്. അതിനെ വിളിക്കുന്ന പേര് ടസ്ക് ആൻഡ് ടെനൻ ജോയിന്റ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ടിമ്പർ ഫ്ലോറുകൾ പഠിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് കോമ്പോസിറ്റ് ഫ്ലോറുകളിലേക്ക് വരാം. കോമ്പോസിറ്റ് ഫ്ലോറുകളിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡബിൾ ഫ്ലാഗ് സ്റ്റോൺ ഫ്ലോർ ആണ്. ഡബിൾ ഫ്ലാഗ് സ്റ്റോൺ ഫ്ലോർ എന്ന് പറയുന്നത് ഫ്ലാഗ് സ്റ്റോൺസ് യൂസ് ചെയ്തുകൊണ്ട് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്. ഫ്ലാഗ് സ്റ്റോണിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 40 mm ആയിരിക്കും. 40 mm ആണ് ഫ്ലാഗ് സ്റ്റോൺസിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. ഫ്ലാഗ് സ്റ്റോൺസ് നമ്മൾ 2 ലെയർ ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. 2 ലെയർ എന്ന് പറയുന്നത് ഐ സെക്ഷൻസിന്റെ RSJ റോൾഡ് സ്റ്റീൽ സെക്ഷൻ ജോയിസ്റ്റുകളുടെ ഫ്ലാഞ്ചുകളുടെ ടോപ്പിലായിരിക്കും. ടോപ്പ് ഫ്ലാഞ്ചിന്റെയും ടോപ്പിൽ, അതേപോലെ തന്നെ ബോട്ടം ഫ്ലാഞ്ചിന്റെയും ടോപ്പിലായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഡബിൾ ഫ്ലാഗ് സ്റ്റോൺ ഫ്ലോർ എന്ന് പറയുന്നത്. 2 RSJs തമ്മിലുള്ള സ്പേസിങ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. RSJs തമ്മിലുള്ള സ്പേസിങ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇറ്റ് വിൽ ബി 30 to 40 സെന്റിമീറ്റേഴ്സ് ആണ് RSJs തമ്മിലുള്ള സ്പേസിങ്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഫില്ലർ ജോയിസ്റ്റ് ഫ്ലോർ ആണ്. ഫില്ലർ ജോയിസ്റ്റ് ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSJs കോൺക്രീറ്റിൽ എംബഡ് ആയിരിക്കുന്നതിനെ പറയുന്നവരാണ് ഫില്ലർ ജോയിസ്റ്റ് ഫ്ലോർ. ഇവിടെയും റീസെന്റ് ആയിട്ട് നടന്ന ഒരു എക്സാമിൽ RSJs തമ്മിലുള്ള സ്പേസിങ് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് വിൽ ബി 60 സെന്റിമീറ്റേഴ്സ് to 90 സെന്റിമീറ്റേഴ്സ് ആയിരിക്കും RSJs തമ്മിലുള്ള സ്പേസിങ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, കോൺക്രീറ്റ് RSJ is embedded in concrete. സ്പേസിംഗ് എന്ന് പറയുന്നത് 60 സെന്റിമീറ്റേഴ്സ് to 90 സെന്റിമീറ്റേഴ്സ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ജാക്ക് ആർച്ച് ഫ്ലോർ ആണ്. ജാക്ക് ആർച്ച് ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോറിന്റെ ഉള്ളിൽ ഒരു ആർച്ച് ഉണ്ടാവും. അതാണ് ജാക്ക് ആർച്ച് ഫ്ലോർ എന്ന് പറയുന്നത്. ഈ ആർച്ച് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് നോക്കിയേ, 2 RSJs ആർച്ച് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഒരു RSJ, ഇത് മറ്റ് RSJ. ഈ 2 RSJസിനും ഇടയിൽ ഞാൻ എന്ത് പ്ലേസ് ചെയ്തു? ഒരു ആർച്ചിനെ പ്ലേസ് ചെയ്തു. അങ്ങനെയുള്ള കൺസ്ട്രക്ഷനെ പറയുന്ന പേരാണ് ജാക്ക് ആർച്ച് ഫ്ലോർ എന്നുള്ളത്. ഈ ആർച്ചസിൽ അല്ലെങ്കിൽ ഈ ആർച്ചിന്റെ സ്പാൻ എന്ന് നമുക്ക് പറയാം, അല്ലെന്നുണ്ടെങ്കിൽ RSJs തമ്മിലുള്ള സ്പേസിംഗ് എന്നും പറയാം. ഈ സ്പേസിംഗ് എന്ന് പറയുന്ന ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 800 mm to 1200 mm ആയിരിക്കും. ഇത് തമ്മിലുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് 800 to 1200 mm ആയിരിക്കും. ഇവിടെ റൈസും സ്പാനും തമ്മിലൊരു റിലേഷനോടെ പഠിക്കാനുണ്ട്. റൈസ് ഇസ് ഈക്വൽ ടു സ്പാൻ ബൈ 12 ആയിരിക്കും. ഈ 2 കാര്യങ്ങളും ഓർത്തിരിക്കുക. സ്പാൻ എന്ന് പറയുന്നത് 800 to 1200 mm, അല്ലെങ്കിൽ RSJs തമ്മിലുള്ള സ്പേസിംഗ് എന്നും പറയാം. ദെൻ റൈസ് എന്ന് പറയുന്നത് സ്പാൻ ബൈ 12 ആയിരിക്കും. ഈ 2 കാര്യങ്ങളും ഇവിടെ ഓർത്തിരിക്കുക. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ഈസ് RCC ഫ്ലോർ ആണ്. RCC ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് ഫ്ലോർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ RCC ഫ്ലോറുകളിൽ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ളത് ഏതാണെന്ന് വേണേൽ ചോദിക്കാം, അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന ഫ്ലോറിന്റെ തിക്നെസ് എത്രയാണെന്ന് വേണേൽ ചോദിക്കാം. RCC ഫ്ലോറിന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലോറിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ മുതൽ 15 സെന്റിമീറ്റർ വരെ ആയിരിക്കും ഫ്ലോറിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. ബാറിന്റെ ഡയമീറ്റർ വേണേൽ ചോദിക്കാം. ബാറിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 8 mm to 12 mm ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ബാറിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഈ 2 കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ വൈഡ്ലി യൂസ്ഡ് ആരാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഫ്ലോർ എന്ന് പറയുന്നത് ആരാണ്? ഇറ്റ് ഈസ് പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ഫ്ലോർ ആണ്. പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതായത് ഓൾറെഡി കാസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ അതായത് കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ട് നമുക്ക് ഫ്ലോർ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴായിരിക്കും? പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ഫ്ലോറിന്റെ കേസിലായിരിക്കും. സ്പീഡി കൺസ്ട്രക്ഷൻ പറ്റുന്ന ഏതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഇറ്റ് വിൽ ബി പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ഫ്ലോർ ആയിരിക്കും. പിന്നെ വേറെ പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ഫ്ലോറിൽ നിന്ന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മീൻസ് സപ്പോർട്ടിംഗ് സിസ്റ്റം ഇല്ലാത്ത, അതായത് ഫോം വർക്ക് യൂസ് ചെയ്യാത്ത ടൈപ്പ് ഫ്ലോർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫോം വർക്ക് റിക്വയർഡ് അല്ലാത്തത്. അപ്പൊ അങ്ങനെ ഫോം വർക്ക് റിക്വയർഡ് അല്ലാത്ത ഒരു ടൈപ്പ് ഫ്ലോർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ഫ്ലോർ ആണ്. അത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ള ടൈപ്പ് ഓഫ് ഫ്ലോർ ആണ് ഹോളോ ബ്ലോക്ക് ആൻഡ് റിബ് ഫ്ലോർ. ഹോളോ ബ്ലോക്ക് ആൻഡ് റിബ് ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഫ്ലോറിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഹോളോ ബ്ലോക്ക് ആയിരിക്കും. ഈ ഹോളോ ബ്ലോക്കിന്റെ 2 അറ്റത്തും പ്രൊജക്ഷൻസ് ഉണ്ടാവും. ആ 2 അറ്റത്തെയും പ്രൊജക്ഷൻസ് നേരെ റിബിലായിരിക്കും ചെന്ന് കണക്റ്റഡ് ആവുക. അപ്പൊ റിബ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബീം പോലെ ആക്ട് ചെയ്യുന്ന ഒരു മെമ്പറാണ്. ആ റിബിലേക്ക് നമ്മൾ ഹോളോ ബ്ലോക്സിനെ എടുത്ത് വെക്കും. ക്യാവിറ്റീസ് വരുന്ന പോർഷനുകളിലെല്ലാം നമ്മൾ എന്ത് ചെയ്യും? കോൺക്രീറ്റ് വെച്ച് ഫില്ല് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ് ഹോളോ ബ്ലോക്ക് ആൻഡ് റിബ് ഫ്ലോർ. അപ്പോൾ ഒരു തവണ ക്വസ്റ്റ്യൻ ചോദിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലോറിന്റെ അകത്തോടെ അല്ലെങ്കിൽ ഫ്ലോറിന് ഉള്ളിലൂടെ നമുക്ക് ഈ ഇലക്ട്രിക് ലൈൻസ് അല്ലെങ്കിൽ മീൻസ് എന്താ പറയാ ഇലക്ട്രിക് വയേഴ്സ് ഒക്കെ നമുക്ക് പാസ് ചെയ്ത് വിടാൻ പറ്റുന്ന ടൈപ്പ് ഫ്ലോർ ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഹോളോ ബ്ലോക്ക് ആൻഡ് റിബ് ഫ്ലോർ. കാരണം എന്താ? അതിന്റെ പ്രൊജക്ഷൻസ് നമ്മുടെ സാധാരണ വീടുകളിൽ നമ്മൾ പൈപ്പൊക്കെ എങ്ങനെയായിരിക്കും? അത് നമ്മൾ പുറത്തായിരിക്കും
വരിക, ഫ്ലോറിന്റെ വെളിയിലായിരിക്കും അല്ലെങ്കിൽ വാളിന്റെ സർഫസിലായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുക. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലോറിന്റെ ഉള്ളിലൂടെ കടത്തി വിടാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഫ്ലോർ ഏതാണെന്ന് ചോദിക്കും. ഇറ്റ് വിൽ ബി ഹോളോ ബ്ലോക്ക് ആൻഡ് റിബ് ഫ്ലോർ ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്ലോറിങ്ങിനെ പറ്റിയാണ്. അപ്പൊ ഫ്ലോറിന്റെ ടോപ്പ് സർഫസിനെ നമുക്ക് ഫ്ലോറിംഗ് എന്നും അതിന്റെ ബോട്ടം സർഫസിനെ നമുക്ക് സീലിംഗ് എന്നും വിളിക്കാം. ഓക്കെ, ഇപ്പൊ ഫ്ലോറിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ്. അതിൽ ഫസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് അസ്ഫാൾട്ട് ആണ്. ഓക്കെ, ഫ്ലോറിംഗിൽ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് മെറ്റീരിയൽ അസ്ഫാൾട്ട് ആണ്. അസ്ഫാൾട്ട് എന്ന് പറയുന്നത് ഒരു നോൺ സ്ലിപ്പറി ആയിട്ടുള്ള മെറ്റീരിയലാണ്. സ്ലിപ്പറി അല്ലാത്ത ഒരു നോൺ സ്ലിപ്പറി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അസ്ഫാൾട്ട് എന്ന് പറയുന്നത്. നോൺ സ്ലിപ്പറി ആയതുകൊണ്ട് വെള്ളം വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് അസ്ഫാൾട്ട് ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. ഇപ്പം അതിന് എക്സാമ്പിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ റൂഫ് ടോപ്പിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. 2 സ്വിമ്മിംഗ് പൂളിൽ കൊടുക്കാം, ബ്രൂവറീസിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള വെള്ളം വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് അസ്ഫാൾട്ട് ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം അവിടെ ഓർത്തിരിക്കണം, ഈ അസ്ഫാൾട്ട് ടൈപ്പ് ഫ്ലോറിംഗ് എന്ന് പറയുന്നത് വെർമിൻ പ്രൂഫ് കൂടിയാണ്. ഇതിനെ വെർമിൻ പ്രൂഫ് കൂടി ആണ്. നമുക്ക് വെർമിൻ പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇൻസെക്റ്റുകളൊന്നും വന്നിരിക്കത്തില്ല, അല്ലെങ്കിൽ ഇൻസെക്റ്റുകളൊന്നും വന്ന് തിന്ന് ഇത് നശിപ്പിക്കത്തില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് ഫ്ലോർ ആയിരിക്കും അസ്ഫാൾട്ട് ടൈപ്പ് ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. ഇത് കാണാൻ ഭംഗിയില്ല, അഗ്ലിയാണ്, കാണാൻ ഭംഗിയില്ലാത്ത സാധനമാണ്, കളറിന്റെ വേരിയൻസ് അവൈലബിൾ അല്ല, അങ്ങനെയുള്ള ഡ്രോബാക്കുകളെല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് വെർമിൻ പ്രൂഫും ആണ്, അതേപോലെ തന്നെ നോൺ സ്ലിപ്പറി ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ രണ്ടാമത്തെ ടൈപ്പ് ഫ്ലോറിംഗ് എന്ന് പറയുന്നത് ബ്രിക്ക് ഫ്ലോറിംഗ് ആണ്. അപ്പം നമ്മൾ ബ്രിക്ക് ഫ്ലോറിംഗ് എന്ന് പറയുന്നത് നമ്മൾ ബ്രിക്ക് ഫ്ലോറിംഗ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി ആർട്ടിക്കിളുകളെ സ്റ്റാക്ക് ചെയ്യാനുണ്ടെങ്കിൽ, അതായത് ഗോഡൗണുകൾ, വെയർ ഹൗസുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഹെവി ലോഡുകൾ അല്ലെങ്കിൽ ഹെവി ആർട്ടിക്കിളുകളെ സ്റ്റാക്ക് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന സാധനമാണ് ബ്രിക്ക് ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് ഫ്ലോറിംഗ് ആണ്. കോൺക്രീറ്റ് 1:2:4 പ്രൊപ്പോർഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് കോൺക്രീറ്റ് ഫ്ലോറിംഗ്. 2 ടൈപ്പ് ഫ്ലോറിംഗിന്റെ ഫിനിഷുകളുണ്ട്, ഇന്ത്യൻ പേറ്റന്റ് സ്റ്റോണും അതേപോലെ തന്നെ ഗ്രാനുലിറ്റിക് ഫിനിഷുകളും ഉണ്ട്. ഇന്ത്യൻ പേറ്റന്റ് സ്റ്റോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോൺക്രീറ്റിന്റെ ടോപ്പ് സർഫസിൽ നമ്മൾ ലൈൻസ് മാർക്ക് ചെയ്തതിന് പറയുന്ന പേരാണ് ഇന്ത്യൻ പേറ്റന്റ് സ്റ്റോൺ എന്നുള്ളത്. ഗ്രാനുലിറ്റിക് ഫിനിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രഷ്ഡ് ഗ്രാനൈറ്റ്സ് അഗ്രിഗേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കോൺക്രീറ്റ്, അതിനെ പറയുന്ന പേരാണ് ഗ്രാനുലിറ്റിക് ഫിനിഷ് എന്നുള്ളത്. അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും, ഒരു ഹാർഡ് സർഫസ് കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ഗ്രാനുലിറ്റിക് ഫിനിഷ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോർക്ക് ഫ്ലോറിംഗ് ആണ്. അപ്പൊ കോർക്ക് എന്ന് പറയുന്നത് മെറ്റീരിയൽ ഏതാണെന്ന് വേണേൽ ചോദിക്കാം. മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഔട്ടർ ബാർക്ക് ഓഫ് ആൻ ഓക്ക് ട്രീ ആണ്. ഓക്ക് ട്രീയുടെ ഔട്ടർ ബാർക്കിനാണ് കോർക്ക് എന്ന് പറയുന്നത്. ഒരു നോയ്സ്ലെസ് ആയിട്ടുള്ള ഒരു ഫ്ലോർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ നടന്നു പോകുമ്പോൾ ഒച്ച കേൾക്കാത്ത ഒരു ഫ്ലോർ, അങ്ങനെയുള്ള ഫ്ലോർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് കോർക്ക് ഫ്ലോറിംഗ്. എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ലൈബ്രറിയിൽ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചർച്ചസിൽ യൂസ് ചെയ്യുന്നത്, മ്യൂസിയത്തിൽ യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം കോർക്ക് ഫ്ലോറിംഗ് ആണ്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഗ്ലാസ് ഫ്ലോറിംഗ് ആണ്. ഗ്ലാസ് ഫ്ലോറിംഗ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ഫ്ലോറിന്റെ ഉള്ളിലൂടെ താഴേക്ക് വെട്ടം കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഗ്ലാസ് ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഓർത്തിരിക്കേണ്ടത് തിക്നെസ് ആണ്, 12 mm to 30 mm ആണ് ഫ്ലോറിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ലിനോളിയം ആണ്. ലിനോളിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ലിൻസീഡ് ഓയിലും ഒരു 5-6 എലമെന്റ്സ്. ഓക്കെ, ലിൻസീഡ് ഓയിലും 5-6 എലമെന്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്, ഗം ഉണ്ട്, റെസിൻ ഉണ്ട്, പിഗ്മെന്റ് ഉണ്ട്, വുഡ് ഫ്ലോർ, കോക്ക് ഡസ്റ്റ്, ദെൻ അതേപോലെ തന്നെ ഫില്ലിംഗ് മെറ്റീരിയൽ എന്തെങ്കിലും. അപ്പൊ ഇത്രയും മെറ്റീരിയൽസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ലിനോളിയം എന്ന് പറയുന്നത്. ലിനോളിയത്തിന് ഒരു ഡ്രോബാക്ക് ഉണ്ട്. ഇത് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ഹാർഡ് വെയറിംഗ് സ്ഥലങ്ങൾ, അതായത് ഒരുപാട് വെയർ ആൻഡ് ടിയർ നടക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ഡ്രോബാക്ക് ഉണ്ട്, നനഞ്ഞു കഴിഞ്ഞാൽ ഇത് ചീത്തയാവും. നനഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ബാത്റൂംസിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒരുപാട് ആളുകൾ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് അങ്ങനെ വെള്ളം വരാത്ത ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലം എന്ന് പറയുന്നത് എവിടെയായിരിക്കും, റെയിൽവേ കാരിയേജസിൽ, അല്ലെങ്കിൽ മറ്റേ ട്രെയിനിന്റെ ഉള്ളിലുള്ള ബസ്സിന്റെ ഉള്ളിലുള്ള ഫ്ലോർ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഡ്രോബാക്ക് ഓർത്തിരിക്കുക, അത് മഴ അല്ലെങ്കിൽ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ ഇത് ചീത്തയായി പോകും എന്നുള്ളത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാഗ്നസൈറ്റ് കോമ്പോസിഷൻ അല്ലെങ്കിൽ ജോയിൻലെസ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അതർ നെയിംസ് ആണ്. കോമ്പോസിഷന്റെ വേറൊരു പേരെന്താണ്, അല്ലെങ്കിൽ മാഗ്നസൈറ്റിന്റെ വേറൊരു പേരെന്താണ്, അങ്ങനെയുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇത് ഒരുപാട് പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു സാധനമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ആസ്ബറ്റോസിന്റെ പൗഡർ ഉണ്ട്. ആസ്ബറ്റോസ് പൗഡർ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ഹെൽത്ത് ഹസാർഡ്സ് ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഇതധികം റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഫ്ലോറിംഗ് മെറ്റീരിയൽ അല്ല. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാർബിൾ ആണ്. മാർബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു അപ്പിയറൻസ് നമ്മൾ ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഫ്ലോറിംഗ് എന്ന് പറയുന്നത് മാർബിൾ ഫ്ലോറിംഗ് ആണ്. ദെൻ മാർബിളിൽ തന്നെ നമ്മൾ ഗ്രാനൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഗ്രാനൈറ്റ് ആണ് കുറച്ചുകൂടെ, അതായത് എന്താ ഹാർഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉള്ളത്. അപ്പം
രണ്ടും എസ്തെറ്റിക് അപ്പിയറൻസ് അല്ലെങ്കിൽ നല്ലൊരു അപ്പിയറൻസ് ആണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ മാർബിളിലേക്ക് പോകുക. കുറച്ചുകൂടെ സ്ട്രെങ്ത് ആണ് നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ കുറച്ചുകൂടെ ടഫ്നെസ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ഗ്രാനൈറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മൂറം ഫ്ലോറിംഗ് ആണ്. മൂറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രഷ്ഡ് സ്റ്റോണുകളെ പറയുന്ന പേരാണ് മൂറം എന്നുള്ളത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്രൗണ്ട് ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് ഗ്രൗണ്ട് ഫ്ലോറിങ്ങിന് യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പം നമ്മൾ ആദ്യമേ ക്രഷ്ഡ് സ്റ്റോൺ എടുക്കും, ദെൻ അതിനെ കുറച്ച് വെള്ളം നനച്ചിട്ട് നമ്മൾ ഇടിക്കും. ഇടിച്ചതിന് ശേഷം അത് ഫ്ലാറ്റ് ലെവലാക്കിയതിന് ശേഷം ആ ഇടിച്ചു കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് വെള്ളം നനച്ച് വെക്കും. ദെൻ അതിനെ ആ നനച്ച് വെച്ച വെള്ളവും അതേപോലെ തന്നെ ആ ഫോം ചെയ്ത സ്ലറി ഇത് രണ്ടും കൂടെ തേച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ ഫിനിഷ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് ഫ്ലോറിംഗ് ആണ് മൂറം ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മഡ് ഫ്ലോറിംഗ് ആണ്. അപ്പം മഡ് ഫ്ലോറിങ്ങും അതേപോലെ തന്നെ മൂറം ഫ്ലോറിംഗ് ഇത് രണ്ടും വില്ലേജസിൽ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഫ്ലോറിംഗ് മെറ്റീരിയലാണ്. ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണ് രണ്ടും നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, രണ്ട് കേസും നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, അതായത് എല്ലാ വെതറിലും ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രണ്ട് ടൈപ്പ് ഫ്ലോറുകളാണ് മൂറവും മഡും. രണ്ടും ഒരുമിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത് മഡ് ഫ്ലോറിങ്ങിനാണ്, രണ്ടും ഒരുമിച്ച് ആണ് ചോദിക്കുന്നതെങ്കിൽ. ഇനി ഈ മഡ് ഫ്ലോറിങ് യൂസ് ചെയ്യുമ്പോൾ ഒരു ഡ്രോബാക്ക് ഉണ്ട്, ഇവിടെ ഷ്രിങ്കേജ് ഉണ്ടാവാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ട്. ആ ഷ്രിങ്കേജിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മഡിന്റെ കൂടെ വൈക്കോൽ അതായത് ചോപ്ഡ് സ്ട്രോ യൂസ് ചെയ്ത് മിക്സ് ചെയ്യാം. അപ്പം ഇത് മിക്സ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഷ്രിങ്കേജിനെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പം ആ കാര്യം ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഫ്ലോറിംഗ് ആണ്. പ്ലാസ്റ്റിക് ഫ്ലോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഒരു കോൺക്രീറ്റ് ഫ്ലോറിന്റെ ടോപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പ്ലാസ്റ്റിക് ഫ്ലോറിംഗ്. ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഹീറ്റ് വന്നു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, ഉരുകിപ്പോവും, പെട്ടെന്ന് ഉരുകിപ്പോവും. അതാണ് ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റബ്ബർ ഫ്ലോറിംഗ് ആണ്. റബ്ബർ ഫ്ലോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലാസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽ, അതായത് എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ലോഡ് വന്നു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ജിമ്മുകളിലാണ്, വെയിറ്റ് എടുക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ അതിന്റെ തൊട്ട് താഴെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്ലോറിംഗ് ആണ് റബ്ബർ ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. വളരെ കോസ്റ്റ്ലി ആണ്, പക്ഷെ നമുക്കൊരു അഡ്വാൻറ്റേജ് എന്താണ്, ഈ വെയിറ്റിനെ അല്ലെങ്കിൽ ഈ വരുന്ന ഇമ്പാക്ട് ലോഡിനെ റിസീവ് ചെയ്യാനായിട്ട് എനർജിനെ റിസീവ് ചെയ്യാനായിട്ട് പറ്റും. എലാസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയലായിരിക്കും. വേറൊരു അഡ്വാൻറ്റേജോടെ ഉണ്ട്, നോയ്സ്ലെസ് ഫ്ലോറോടെ ഇമ്പാർട്ട് ചെയ്യും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജോടെ ഇതിനുണ്ട്. കാരണം റബ്ബർ എന്ന് പറയുന്ന റബ്ബർ ഫ്ലോറിംഗ് ഉണ്ടാക്കുന്ന മെറ്റീരിയലിൽ കോർക്കും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ എന്ത് ടൈപ്പ് മെറ്റീരിയൽ ആയിരിക്കും, നോയ്സ്ലെസ് ആയിട്ടുള്ള ഫ്ലോർ നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റോൺ ഫ്ലോറിംഗ് ആണ്. ഔട്ട്ഡോറുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്ലോറിംഗ് ആണ് സ്റ്റോൺ ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടെറാസോ ആണ്. ടെറാസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇതൊരു ഫ്രഷ് കോൺക്രീറ്റ് ആണ്. മാർബിൾ ചിപ്സും സിമെന്റും നമ്മൾ യൂസ് ചെയ്ത് മിക്സ് ചെയ്ത് ലൈവായിട്ട് കോൺക്രീറ്റ് ചെയ്തു പോകുന്നതിനാണ് ടെറാസോ ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. പ്രീകാസ്റ്റ് ടെറാസോ യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് ടൈൽ എന്ന് പറയുന്നത്. പ്രീകാസ്റ്റ് ടെറാസോ യൂണിറ്റിനെ പറയുന്ന പേരാണ് ടൈൽ എന്ന് പറയുന്നത്. സെറാമിക് ടൈൽസും ഉണ്ട്, അതല്ലാതെ പ്രീകാസ്റ്റ് ടെറാസോ യൂണിറ്റിനെയും നമുക്ക് ടൈൽ എന്ന് വിളിക്കാം. മൊസൈക്ക് ടൈലും ഉണ്ട്. മൊസൈക്ക് ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൊസൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കോൺക്രീറ്റിന്റെയോ അല്ലെങ്കിൽ ഒരു സിമെന്റ് മോർട്ടാറിന്റെ ഒരു ബെഡ് ഉണ്ടാവും. ആ ബെഡിന് മുകളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, മാർബിൾ ചിപ്സിനെ പ്ലേസ് ചെയ്യുക. അതിനാണ് നമ്മൾ മൊസൈക്ക് എന്ന് പറയുക. അതേസമയം നമ്മൾ മാർബിൾ ചിപ്സും സിമെന്റും ഇട്ട് മിക്സ് ചെയ്ത് ഒരു കോൺക്രീറ്റ് ആയിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ ടെറാസോ എന്ന് വിളിക്കും. അപ്പൊ ഇതാണ് ടെറാസോയും ടൈലും മൊസൈക്കും തമ്മിലുള്ള ഡിഫറൻസ്. അത് ഓർത്ത് വെക്കുക, ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ടിമ്പർ ഫ്ലോറിംഗ് ആണ്. ഇതും ഒരു എലാസ്റ്റിക് മെറ്റീരിയലാണ്. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡാൻസ് ഫ്ലോറിങ്ങൾ അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്ന സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലോറിംഗ് എന്ന് പറയുന്നത് ടിമ്പർ ഫ്ലോറിംഗ് ആണ്. അതല്ലാതെ നമുക്ക് ഈ ജിംനേഷ്യങ്ങളിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ജിംനേഷ്യത്തിലും യൂസ് ചെയ്യുന്ന ഒരു ഫ്ലോറിംഗ് എന്ന് പറയുന്നത് ടിമ്പർ ഫ്ലോറിംഗ് ആയിരിക്കും. ഓക്കെ, ഇത്രയും ടൈപ്പ് ഫ്ലോറിംഗ് ആണ് നമുക്കുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൂഫിനെ പറ്റിയാണ്. അപ്പോൾ റൂഫിൽ നമുക്ക് 3 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഓഫ് റൂഫുകളുണ്ട്. പിച്ച്ഡ് റൂഫ് ഉണ്ട്, ദെൻ ടെറസ്ഡ് റൂഫ് ഉണ്ട്, അതേപോലെ തന്നെ കർവ്ഡ് റൂഫ് ഉണ്ട്. 3 ടൈപ്പ്. അതിലെ പിച്ച്ഡ് റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡയറക്ഷനിലേക്കും സ്ലോപ്പ് ഉള്ള, 2 ഡയറക്ഷൻ വേണമെന്നില്ല, സ്ലോപ്പ് ഉള്ള റൂഫുകളെ വിളിക്കുന്ന പേരാണ് പിച്ച്ഡ് റൂഫ് എന്നുള്ളത്. ഹെവി റെയിൻഫോൾ കണ്ടീഷൻസിലും അതേപോലെ തന്നെ സ്നോഫോൾ കണ്ടീഷൻസിലും യൂസ് ചെയ്യുന്ന സാധനമാണ് പിച്ച്ഡ് റൂഫ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് റൂഫ് എന്ന് പറയുന്നത് ടെറസ്ഡ് റൂഫാണ്. ടെറസ്ഡ് റൂഫിനെ നമുക്ക് ഫ്ലാറ്റ് റൂഫ് എന്നും വിളിക്കാം. ഇവിടെ നമ്മൾ സ്ലോപ്പ് എന്ന് പറയുന്നത് ലെസ് ദാൻ 10 ഡിഗ്രീസ് ആയിരിക്കും. ഒന്നുകിൽ നമുക്ക് ലെസ് ദാൻ 10 ഡിഗ്രീസ് എന്ന് പറയാം, അല്ലെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ 1 in 10 ഡിഗ്രീസ് 1 in 10 എന്നും പറയാം. ലെസ് ദാൻ 10 ഡിഗ്രീസ് എന്നും പറയാം, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് 1 in 10 എന്നും പറയാം. സ്ലോപ്പ് അല്ലെങ്കിൽ പിച്ച് എന്ന് പറയുന്നത് 1 in 10, ലെസ് ദാൻ 1 in 10 എന്നും പറയാം. ഇനി ഫ്ലാറ്റ് റൂഫ് അല്ലെങ്കിൽ ടെറസ്ഡ് റൂഫിൽ ആസ് പെർ IS കോഡ്, ഈ വാല്യൂ എന്ന് പറയുന്നത് IS കോഡ് പ്രകാരമുള്ള വാല്യൂ ആണ് 1 in 10 എന്നുള്ളത്. ഈ മിനിമം സ്ലോപ്പ് ഉണ്ട്, ഞാൻ ഈ പറഞ്ഞത് മാക്സിമം സ്ലോപ്പ് ആണ്. മിനിമം സ്ലോപ്പ് എന്ന് പറയുന്ന ഒരു വാല്യൂ കൂടെ ഉണ്ട്. മിനിമം സ്ലോപ്പ് എന്ന് പറയുന്നത് 1 in 40 ആണ്. അപ്പൊ മിനിമം സ്ലോപ്പിന്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
മഴ പെയ്താൽ വെള്ളം അവിടെ കെട്ടിക്കിടക്കരുത്. എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? ഡ്രെയിനേജ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ മിനിമം സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1/40 ആണ്. മാക്സിമം വാല്യൂ ആണ് എത്ര? 1/10 എന്ന് പറയുന്നത്. അപ്പം എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ 0 ഡിഗ്രി അല്ല ഫ്ലാറ്റ് റൂഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. മിനിമം എത്രയെങ്കിലും ഉണ്ടാവണം? 1/40 എങ്കിലും ഉണ്ടാവണം. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കർവ്ഡ് റൂഫ് ആണ്. കർവ്ഡ് റൂഫ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ലാർജർ സ്പാനിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് കർവ്ഡ് റൂഫ് എന്ന് പറയുന്നത്. ലാർജർ ഏരിയ നമുക്ക് കവർ ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് കർവ്ഡ് റൂഫ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല ചില കേസുകളിൽ ഇതേപോലെയുള്ള ആർക്കിടെക്ചറൽ എഫക്റ്റുകൾക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കർവ്ഡ് റൂഫുകളെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയാണ് 3 ടൈപ്പ് മെയിൻ റൂഫുകൾ ഉള്ളത്. നെക്സ്റ്റ് നമ്മൾ കമ്പോണൻസിലേക്ക് വരാം. റൂഫിന്റെ കമ്പോണൻസിൽ നമ്മളിപ്പം ഇവിടെ ഫിഗർ കാണിച്ചിട്ടുള്ളത് എന്തിനാണ്? ഒരു ട്രസ്ഡ് റൂഫിന്റെ കമ്പോണൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിലെ ഒരു ട്രസ് ഉള്ള ഒരു റൂഫ് ആണെന്നുണ്ടെങ്കിൽ ഈ ട്രസ് വന്നിരിക്കുന്ന ഈ വാളിലെ ഏറ്റവും ടോപ്പ് പോയിന്റ്, ട്രസ് വന്നിരിക്കുന്ന വാളിലെ ഏറ്റവും ടോപ്പ് പോയിന്റ് ഇതാ ഈ ഇരിക്കുന്ന പോയിന്റ്, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെംപ്ലേറ്റ് എന്നുള്ളത്. അപ്പൊ ട്രസ് ഉണ്ടെങ്കിൽ ആ ട്രസ് വന്ന് ഇരിക്കുന്ന വാളിലെ ടോപ്പ് മെമ്പർ, അതിനെ വിളിക്കുന്ന പേര് ടെംപ്ലേറ്റ് എന്നാണ്. ദെൻ ടെംപ്ലേറ്റിന്റെ മുകളിൽ നമ്മൾ എന്ത് വെച്ചു? ട്രസ് വെച്ചു. ദെൻ ട്രസ്സിലെ ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ഇൻക്ലൈൻഡ് മെമ്പേഴ്സ്, ട്രസ്സിലെ ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ഇൻക്ലൈൻഡ് മെമ്പേഴ്സ്, അതിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്നുള്ളത്. ഔട്ടർ മോസ്റ്റ് ഇൻക്ലൈൻഡ് മെമ്പേഴ്സ്, അതിനെ വിളിച്ച പേര് പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്നാണ്. ദെൻ ഈ പ്രിൻസിപ്പൽ റാഫ്റ്ററിന്റെ മുകളിലാണ് നമ്മൾ ഈ ബ്ലൂ കളറിലുള്ള ഈ മെമ്പർ എന്ന് പറയുന്നത് പർലിൻ ആണ്. ആ മെമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേര് പർലിൻ എന്നാണ്. ദെൻ പർലിന്റെ മുകളിലാണ് നമ്മൾ എന്തിനെ പ്ലേസ് ചെയ്യുക? കോമൺ റാഫ്റ്റേഴ്സിനെ പ്ലേസ് ചെയ്യുക. പർലിൻ താഴേക്ക് വീണ് പോവാതിരിക്കാൻ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യും? ക്ലീറ്റിനെ പ്രൊവൈഡ് ചെയ്യും. ദെൻ പർലിന്റെ മുകളിൽ ആരെ പ്രൊവൈഡ് ചെയ്യും? നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കോമൺ റാഫ്റ്റേഴ്സിനെ ആയിരിക്കും. ഈ കോമൺ റാഫ്റ്റേഴ്സ് സപ്പോർട്ടഡ് അറ്റ് ദി ബോത്ത് എൻഡ്സ്, രണ്ടെങ്കിലും സപ്പോർട്ടഡ് ആയിരിക്കും. ബോട്ടത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ഈ മെമ്പർ, ബോട്ടത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന മെമ്പറിനെ വിളിക്കുന്ന പേരാണ് വാൾ പ്ലേറ്റ്. ബോട്ടത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന മെമ്പർ വാൾ പ്ലേറ്റ് ആണ്. ടോപ്പിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന മെമ്പർ, ഈ മെമ്പറിനെ വിളിക്കുന്ന പേരാണ് റിഡ്ജ് അല്ലെങ്കിൽ റിഡ്ജ് ബോർഡ്. റിഡ്ജോ റിഡ്ജ് ബോർഡോ റിഡ്ജ് പീസ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. അപ്പൊ ഇത്രയാണ് മെയിൻ കമ്പോണന്റുകൾ എന്ന് പറയുന്നത്. കോമൺ റാഫ്റ്ററിന്റെ ടോപ്പിലേക്കായിരിക്കും നമ്മൾ എന്തിനെ അറേഞ്ച് ചെയ്യുക? ബാറ്റൻസിനെ അറേഞ്ച് ചെയ്യുക. കോമൺ റാഫ്റ്ററിന്റെ ടോപ്പിലാണ് നമ്മൾ ബാറ്റൻസിനെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനായിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത്. അടുത്ത കമ്പോണൻസ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് 2 ടൈപ്പ് റൂഫുകളുണ്ട് മെയിൻ ആയിട്ട് പിസ്ഡ് റൂഫിൽ എടുക്കുകയാണെങ്കിൽ. ഗേബിൾഡ് റൂഫും ഉണ്ട്, അതേപോലെ തന്നെ ഹിപ്ഡ് റൂഫും ഉണ്ട്. ഗേബിൾഡ് റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഗേബിൾഡ് റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡയറക്ഷനിലേക്കും സ്ലോപ്പ് ഉള്ള റൂഫുകളെ വിളിക്കുന്ന പേരാണ് ഗേബിൾഡ് റൂഫ്. 4 ഡയറക്ഷനിലേക്കും സ്ലോപ്പ് ഉള്ള റൂഫുകളെ വിളിക്കുന്ന പേര് ഹിപ്പ് റൂഫ് എന്നാണ്. ഓക്കെ, അപ്പൊ ഗേബിൾഡ് റൂഫും ഹിപ്ഡ് റൂഫുമായി. ഇനി ഗേബിൾഡ് റൂഫിന്റെ എൻഡിനെ വിളിക്കുന്ന പേരാണ് ഗേബിൾ എൻഡ് എന്നുള്ളത്. ഓക്കെ, ദെൻ ഹിപ്ഡ് റൂഫിൽ നമ്മൾ ഹിപ്ഡ് റൂഫ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് 4 ഡയറക്ഷനിലേക്കും സ്ലോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 4 ഡയറക്ഷനിലേക്കും സ്ലോപ്പ് ഉള്ളതിൽ സപ്പോസ് നമ്മൾ 2 ഡയറക്ഷനിലേക്കും സ്ലോപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, 2 ഡയറക്ഷനിലേക്കുള്ള സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ ആ സ്ലോപ്പിൽ ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ആ സ്ലോപ്പിനെ വിളിക്കുന്ന പേര് ഹിപ്പ് പോർഷൻ എന്നാണ് നമ്മൾ വിളിക്കുക. ഈ സ്ലോപ്പുകളെ വിളിക്കുന്ന പേര് ഹിപ്പ് സ്ലോപ്പ് എന്നാണ്. ഹിപ്പ് സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് 2 സ്ലോപ്പിംഗ് സർഫസുകൾ തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഹിപ്പ് എന്ന് വിളിക്കാം. ദെൻ 2 സ്ലോപ്പുകൾ തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ലെസ് ദാൻ 180 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ വാലി എന്നും വിളിക്കാം. അപ്പൊ ഹിപ്പിൽ ഫോം ചെയ്യുന്ന റാഫ്റ്റർ അല്ലെങ്കിൽ ഹിപ്പിൽ ഞാൻ കൊടുക്കുന്ന റാഫ്റ്ററിനെ വിളിക്കുന്ന പേര് ഹിപ്പ് റാഫ്റ്റർ എന്നും, വാലിയിൽ ഞാൻ കൊടുക്കുന്ന റാഫ്റ്ററിനെ വിളിക്കുന്ന പേര് വാലി റാഫ്റ്റർ എന്നും ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഒരു റാഫ്റ്ററോടെ പഠിക്കാനുണ്ട്, അതിനെ വിളിക്കുന്ന പേര് ജാക്ക് റാഫ്റ്റർ എന്നാണ്. ജാക്ക് റാഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? കോമൺ റാഫ്റ്ററിനെയും കഴിഞ്ഞും ലെങ്ത് കുറഞ്ഞ ഏതൊരു റാഫ്റ്ററിനെയും നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് ജാക്ക് റാഫ്റ്റർ എന്നുള്ളത്. അപ്പൊ ഇത്രയും ടൈപ്പ് റാഫ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രിൻസിപ്പൽ റാഫ്റ്റർ നമ്മൾ പഠിച്ചു, കോമൺ റാഫ്റ്റർ പഠിച്ചു, ഹിപ്പ് റാഫ്റ്റർ വാലി റാഫ്റ്റർ, അതേപോലെ തന്നെ ഹിപ്പ് റാഫ്റ്റർ, പിന്നെ വരുന്ന ജാക്ക് റാഫ്റ്റേഴ്സ്. ഇത്രയും റാഫ്റ്റേഴ്സ് ആണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഇനി ഈ കോമൺ റാഫ്റ്ററിന്റെ എൻഡിൽ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കോമൺ റാഫ്റ്റേഴ്സിന്റെ എൻഡിനെ പറയുന്ന പേരാണ് ഈവ്സ് എന്നുള്ളത്. ഈവ്സിൽ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊട്ടക്ഷനെ പറയുന്ന പേര് ഈവ്സ് ബോർഡ് എന്നാണ്. ഈവ്സ് കൊടുത്ത പോലെ തന്നെ നമുക്ക് എവിടെയും പ്രൊവൈഡ് ചെയ്യാം, ടോപ്പിലും പ്രൊവൈഡ് ചെയ്യാം. അതിനെ പറയുന്ന പേര് വെർജ് എന്നാണ്. വെർജിൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന മെമ്പറിനെ വിളിക്കുന്ന പേര് ബാർജ് ബോർഡ് എന്നാണ്. അപ്പൊ വെർജും ബാർജ് ബോർഡും ഇതാണ് ഗേബിൾ പോർഷന്. അപ്പൊ ഗേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി റൂഫിലുള്ള കമ്പോണന്റ് അല്ല, അത് ആക്ച്വലി എന്താണ്? ഗേബിൾ എൻഡിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഈ മേസൺറി വർക്കിനെ, ട്രയാങ്കുലർ മേസൺറി വർക്കിനെ പറയുന്ന പേരാണ് ഗേബിൾ എന്നുള്ളത്. ഓക്കെ, ട്രയാങ്കുലർ മേസൺറി വർക്കിനെ പറയുന്ന പേരാണ് ഗേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ടെക്നിക്കൽ ടേം എന്ന് പറയുന്നത്
ഡ്രാഗൺ ബീമാണ്. അപ്പൊ ഡ്രാഗൺ ബീം എന്ന് പറയുന്നത് ഒരു ഹിപ്ഡ് റൂഫിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഡ്രാഗൺ ബീം എന്ന് പറയുന്നത്. അപ്പൊ ഹിപ്ഡ് റൂഫിൽ ഈ രണ്ട് വാൾ പ്ലേറ്റ്സ് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡയഗണൽ പീസ് ഓഫ് ടിമ്പർ, അതിനെ വിളിക്കുന്ന പേരാണ് ഡ്രാഗൺ ബീം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് കമ്പോണൻസ് ആയിട്ടുള്ളത്. ഇനി ടൈപ്സ് ഓഫ് പിച്ച്ഡ് റൂഫിലേക്ക് വരാം. ടൈപ്സ് ഓഫ് പിച്ച്ഡ് റൂഫിൽ സിംഗിൾ റൂഫ് ഉണ്ട്, ഡബിൾ റൂഫ് ഉണ്ട്, അതേപോലെ തന്നെ ട്രസ്ഡ് റൂഫും ഉണ്ട്. അപ്പൊ ട്രസ്ഡ് റൂഫ് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പാൻ എന്ന് പറയുന്നത് 4.8 മീറ്ററിനെ എക്സീഡ് ചെയ്യുന്ന കേസുകളിലാണ് ട്രസ്ഡ് റൂഫ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് ആദ്യമേ ഓരോന്നും എടുത്തെടുത്ത് നമുക്ക് പോവാം. അപ്പൊ ഫസ്റ്റ് സിംഗിൾ റൂഫ് എടുക്കാം. സിംഗിൾ റൂഫിൽ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ലീൻ ടു റൂഫ് ആണ്. അപ്പൊ ലീൻ ടു റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീൻ ടു റൂഫിന്റെ വേറൊരു പേരാണ് പെൻഡ് റൂഫ്, എയിൽ റൂഫ് എന്നുള്ളത്. ലീൻ ടു റൂഫ് എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷനിലേക്ക് മാത്രം സ്ലോപ്പ് ഉള്ള റൂഫിനെ വിളിക്കുന്ന പേരാണ് ലീൻ ടു റൂഫ്. രണ്ടാമത്തെ ടൈപ്പ് റൂഫ് എന്ന് പറഞ്ഞാൽ രണ്ട് ഡയറക്ഷനിലേക്കും സ്ലോപ്പ് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേര് കപ്പിൾ റൂഫ് എന്നാണ്. ലീൻ ടു റൂഫിന്റെ സ്പാൻ എന്ന് പറയുന്നത് 2.4 മീറ്റേഴ്സ് വരെയാണ്. സ്പാൻ എന്ന് പറയുന്നത് 2.4 മീറ്റേഴ്സ് വരെയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ലീൻ ടു റൂഫ് എന്നുള്ളത്. നെക്സ്റ്റ് കപ്പിൾ റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പാൻ എന്ന് പറയുന്നത് 3.6 മീറ്റേഴ്സ് വരെയാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് കപ്പിൾ റൂഫ് എന്നുള്ളത്. കപ്പിൾ റൂഫിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഡയറക്ഷനിലേക്കും ഇത് സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ട്. രണ്ട് വാളിന്റെ അല്ലെങ്കിൽ ഈ റൂഫിന്റെ ബോട്ടത്തിൽ അത് സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ടാവും. അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടൈ ബീം പ്രൊവൈഡ് ചെയ്യും. ഈ ടൈ ബീം പ്രൊവൈഡ് ചെയ്ത് ഇതിന്റെ ആ സ്പ്രെഡിങ് ഔട്ട് നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, സ്പാൻ കുറച്ചുകൂടെ കൂട്ടാം. സ്പാൻ എന്ന് പറയുന്നത് 4.2 മീറ്റേഴ്സ് വരെ ആക്കാം. ഇതിനെ വിളിക്കുന്ന പേര് കപ്പിൾ ക്ലോസ് റൂഫ് എന്നാണ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോളർ ബീം റൂഫാണ്. അതായത് നമ്മൾ കപ്പിൾ ക്ലോസ് റൂഫിൽ ഇതേപോലെ ടൈ ബീം പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ റൂമിന്റെ മാക്സിമം ഹൈറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ അങ്ങനെ റൂമിന്റെ ഹൈറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഈ ടൈ ബീമിനെ കുറച്ചുകൂടെ ഒന്ന് ലിഫ്റ്റ് ചെയ്തു. അങ്ങനെ ലിഫ്റ്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ പ്രൊവൈഡ് ചെയ്തു. ഇതിനെ വിളിക്കുന്ന പേരായിരിക്കും കോളർ ബീം എന്നുള്ളത്. അതായത് ടൈ ബീം ലിഫ്റ്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേര് കോളർ ബീം എന്നായിരിക്കും. ആ റൂഫിനെ വിളിക്കുന്ന പേര് കോളർ ബീം റൂഫ് എന്നാണ്. ഇവിടെ സ്പാൻ എന്ന് പറയുന്നത് നമുക്ക് 4.8 മീറ്റേഴ്സ് വരെ ആക്കാനായിട്ട് പറ്റും. അതേപോലെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോളർ ആൻഡ് സിസർ റൂഫാണ്. അതായത് നമ്മളിവിടെ കൊടുത്ത കോളർ ബീം ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. അതിനെ രണ്ട് കോളർ ബീം ആക്കി ഞാനൊരു സിസർ ഷേപ്പിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് കോളർ ആൻഡ് സിസർ റൂഫ്. ഇവിടെയും സ്പാൻ എന്ന് പറയുന്നത് 4.8 മീറ്റേഴ്സ് തന്നെയാണ്. നെക്സ്റ്റ് ഡബിൾ ഓർ പർലിൻ റൂഫ് ആയിരുന്നു. ഡബിൾ ഓർ പർലിൻ റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പർലിൻ കൊണ്ടുവരും. ഓക്കെ, പർലിൻ അഡീഷണലി കൊണ്ടുവരും. പർലിനെ നമ്മൾ എങ്ങനെ പ്ലേസ് ചെയ്യും, ഈ കോളർ ബീം വെച്ച് കോളർ ബീമിൽ നമ്മൾ എന്ത് ചെയ്യും, രണ്ട് പർലിൻസിനെ പ്ലേസ് ചെയ്യും. അങ്ങനെ യൂസ് ചെയ്യുന്ന സാധനമാണ് ഡബിൾ ഓർ പർലിൻ റൂഫ് എന്ന് പറയുന്നത്. ഇവിടെയും സ്പാൻ എന്ന് പറയുന്നത് 4.8 മീറ്റേഴ്സ് തന്നെയാണ്, അപ് ടു 4.8 മീറ്റേഴ്സ് ആണ്. ഇനി 4.8 മീറ്റേഴ്സിനെ എക്സീഡ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രസ്സുകളാണ്. ട്രസ്സിലെ ആദ്യത്തെ ട്രസ് എന്ന് പറയുന്നത് കിങ് പോസ്റ്റ് ട്രസ് ആണ്. കിങ് പോസ്റ്റ് ട്രസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പാൻ 5 മീറ്റേഴ്സിനും 8 മീറ്റേഴ്സിനും ഇടയിലുള്ളപ്പോഴാണ് കിങ് പോസ്റ്റ് ട്രസ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്ന് പറയുന്നത് എത്ര വെർട്ടിക്കൽ മെമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിക്കാം. അപ്പൊ ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ട്രസ്സിൽ വരുന്ന എത്ര വെർട്ടിക്കൽ മെമ്പേഴ്സ് ഉണ്ട്, ഒരു സിംഗിൾ വെർട്ടിക്കൽ മെമ്പർ മാത്രമാണ്. അപ്പോൾ ഒറ്റ മെമ്പർ മാത്രമേ ഉള്ളൂ കിങ് പോസ്റ്റ് ട്രസ്സിൽ. സ്പാൻ ചോദിക്കാം, സ്പാൻ വിൽ ബി 5 മീറ്റേഴ്സ് ടു 8 മീറ്റേഴ്സ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്വീൻ പോസ്റ്റ് ട്രസ് ആണ്. ക്വീൻ പോസ്റ്റ് ട്രസ്സിൽ എത്ര വെർട്ടിക്കൽ മെമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിക്കാം. ഇറ്റ് വിൽ ബി 2 വെർട്ടിക്കൽ മെമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, രണ്ട് ക്വീൻ പോസ്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യും. ദെൻ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊവൈഡ് ചെയ്യുന്ന സ്പാൻ എന്ന് പറയുന്നത് 8 മീറ്റേഴ്സ് ടു 12 മീറ്റേഴ്സ് ആയിരിക്കും. 8 മീറ്റർ മുതൽ 12 മീറ്റർ വരെ സ്പാൻ വരുന്ന കേസുകളിൽ യൂസ് ചെയ്യുന്ന സാധനമായിരിക്കും ക്വീൻ പോസ്റ്റ് ട്രസ് എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് അഡീഷണൽ മെമ്പേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്, സ്ട്രെയിനിങ് സില്ലും ഉണ്ട്, സ്ട്രെയിനിങ് ബീമും ഉണ്ട്. ഓർത്തിരിക്കുക, രണ്ട് അഡീഷണൽ മെമ്പേഴ്സ് അവിടെ ഉണ്ട്, സ്ട്രെയിനിങ് ബീമും അതേപോലെ തന്നെ സ്ട്രെയിനിങ് സില്ല്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മൻസാർഡ് ട്രസ് ആണ്. അപ്പം മൻസാർഡ് ട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ പിച്ചുള്ള അല്ലെങ്കിൽ രണ്ട് പിച്ചുള്ള റൂഫുകളെയാണ് നമ്മൾ രണ്ട് പിച്ചുള്ള ട്രസ്സുകളെയാണ് മൻസാർഡ് ട്രസ് എന്ന് പറയുന്നത്. ഒരു ടോപ്പിൽ ഒരു പിച്ചുണ്ട്, ബോട്ടത്തിൽ ഒരു പിച്ചുണ്ട്. ടോപ്പിലെ പിച്ച് എന്ന് പറയുന്നത് 30 to 40 ഡിഗ്രിയാണ്, ബോട്ടത്തിലെ പിച്ച് എന്ന് പറയുന്നത് 60 to 70 ഡിഗ്രിയാണ് രണ്ട് പിച്ചുകൾ എന്ന് പറയുന്നത്. ഇതൊരു കിങ് പോസ്റ്റിന്റെയും ക്വീൻ പോസ്റ്റിന്റെയും ഒരു കോമ്പിനേഷനാണ്. ഓക്കെ, കിങ് പോസ്റ്റ് അപ്പർ പാർട്ടും ക്വീൻ പോസ്റ്റ് ലോവർ പാർട്ടുമാണ്. റൂഫിന്റെ ഉള്ളിൽ ഒരു റൂം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രസ്സാണ് മൻസാർഡ് ട്രസ് എന്ന് പറയുന്നത്. മൻസാർഡ് ട്രസ് വെച്ച് രണ്ട് ടൈപ്പ് റൂഫുകൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഒന്ന് ഗ്യാംബ്രൽ റൂഫും കൺസ്ട്രക്ട് ചെയ്യാം, ഹിപ്ഡ് റൂഫും കൺസ്ട്രക്ട് ചെയ്യാം. അപ്പം മൻസാർഡ് റൂഫും കൺസ്ട്രക്ട് ചെയ്യാം. ഗ്യാംബ്രൽ റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഡയറക്ഷനിലേക്കും സ്ലോപ്പ് ഉണ്ട്.
പക്ഷേ അവിടെ എങ്ങനത്തെ സ്ലോപ്പ് ആയിരിക്കും? സ്റ്റെപ്ഡ് സ്ലോപ്പ് ആയിരിക്കും. അപ്പൊ 2 ഡയറക്ഷനിലേക്കും സ്റ്റെപ്ഡ് സ്ലോപ്പ് ഉള്ളത് ഗ്യാംബ്രൽ റൂഫ്, 4 ഡയറക്ഷനിലേക്കും സ്റ്റെപ്ഡ് സ്ലോപ്പ് ഉള്ളത് അതിനെ വിളിക്കുന്ന പേര് മൻസാർഡ് റൂഫ് എന്നാണ്. അപ്പൊ ഇത് മൻസാർഡ് റൂഫ്, ഇത് ഗ്യാംബ്രൽ റൂഫ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ട്രങ്കേറ്റഡ് ട്രസ് ആണ്. ട്രങ്കേറ്റഡ് ട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ ക്വീൻ പോസ്റ്റ് ട്രസ് അതിന്റെ ആ ടോപ്പ് പോർഷൻ അല്ലെ മൻസാർഡ് ട്രസ് അതിന്റെ ടോപ്പ് പോർഷനെ റിമൂവ് ചെയ്ത്, അതായത് കിങ് പോസ്റ്റ് പോർഷനെ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞു, ഇങ്ങനെ ഒരു പോർഷൻ ആക്കി നമ്മൾ എടുത്തു. ഇതിനെ പറയുന്ന പേര് ട്രങ്കേറ്റഡ് ട്രസ് എന്നാണ്. ഇതും നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? റൂഫിന്റെ ഉള്ളിൽ ഒരു റൂം കൊടുക്കണം എന്നുള്ള കണ്ടീഷനിൽ യൂസ് ചെയ്യുന്ന സാധനമാണ് ട്രങ്കേറ്റഡ് ട്രസ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബെൽഫാസ്റ്റ് ലാറ്റിസ്ഡ് റൂഫ് അല്ലെങ്കിൽ ബോസ്റ്റൺ ട്രസ് ആണ്. ഇത് യൂസ് ചെയ്യുന്നത് മാക്സിമം സ്പാൻ അപ് ടു 30 മീറ്റേഴ്സ്, 30 മീറ്റർ വരെ സ്പാൻ വരുന്ന കേസുകളിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു ബോർഡർ ഷേപ്പിലായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഇവിടെ യൂസ് ചെയ്യുന്ന ടിമ്പർ സെക്ഷൻസ് ഒക്കെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ലൈറ്റ് സെക്ഷൻസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന റൂഫ് കവറിങ്ങും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള റൂഫ് കവറിംഗ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് സ്റ്റീൽ ട്രസ് ആണ്. സ്റ്റീൽ ട്രസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മെറ്റീരിയൽ നമ്മൾ സ്റ്റീലിന്റെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് സ്റ്റീൽ ട്രസ്. ബാക്കിയെല്ലാം ടിമ്പർ ആയിരുന്നു മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനെ പറയുന്ന പേര് സ്റ്റീൽ ട്രസ് എന്നാണ്. സ്റ്റീൽ ട്രസ്സിൽ ഒരു സ്പെഷ്യൽ ടൈപ്പാണ് നോർത്ത് ലൈറ്റ് റൂഫ് ട്രസ് എന്ന് പറയുന്നത്. നോർത്ത് ലൈറ്റ് റൂഫ് ട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് മാക്സിമൈസ് റൂഫിന്റെ ഉള്ളിൽ നിന്ന് വെട്ടം കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നോർത്ത് ലൈറ്റ് റൂഫ് ട്രസ്. ഇത് കൂടുതലായിട്ടും നമ്മൾ യൂസ് ചെയ്യുക ഫാക്ടറികളിലൊക്കെ യൂസ് ചെയ്യാൻ, ഫാക്ടറികളിലൊക്കെ വർക്കേഴ്സിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ വെട്ടം കിട്ടണം, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് നോർത്ത് ലൈറ്റ് റൂഫ് ട്രസ് എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ഒരു സ്ട്രക്ചറൽ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് കോമ്പോസിറ്റ് ട്രസ് ആണ്. കോമ്പോസിറ്റ് ട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ട്രസ്സിൽ യൂസ് ചെയ്യുന്ന മെമ്പേഴ്സ് അത് സ്റ്റീലും ടിമ്പറും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് കോമ്പോസിറ്റ് ട്രസ് എന്ന് വിളിക്കാം. അപ്പൊ അതായത് ഈ മെമ്പേഴ്സ് ട്രസ് മെമ്പേഴ്സാണ് വരുന്നത്. ആ ട്രസ് മെമ്പറിന്റെ അകത്ത് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ടെൻഷൻ എടുക്കാം അല്ലെങ്കിൽ കംപ്രഷൻ എടുക്കാം. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്ന ഈ ട്രസ്സിൽ യൂസ് ചെയ്യുന്ന മെമ്പേഴ്സിൽ ടെൻഷൻ വരുന്ന മെമ്പേഴ്സ് ഏതൊക്കെയാണോ ആ മെമ്പേഴ്സിലെല്ലാം നമുക്ക് എന്ത് കൊടുക്കാം? സ്റ്റീലിന്റെ മെറ്റീരിയൽ കൊടുക്കാം. ബാക്കിയെല്ലാം കംപ്രഷൻ വരുന്നതെല്ലാം ഏത് മെമ്പർ കൊടുത്താൽ മതി? ടിമ്പറിന്റെ മെമ്പർ കൊടുത്തിരുന്നാൽ മതി. അപ്പൊ ഇവിടെ ടെൻഷൻ വരുന്ന മെമ്പർ ഏതൊക്കെയായിരുന്നു? ഒന്ന് കിങ് പോസ്റ്റ് വരാം, ദെൻ പിന്നെ ഏതാ വരുന്നത്? ടൈ ബീം. ഈ 2 മെമ്പേഴ്സിലായിരിക്കും ടെൻഷൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ 2 മെമ്പറിനെ ഞാൻ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്തു? അതിന് പകരം സ്റ്റീലിന്റെ മെമ്പർ കൊടുത്തു. അതിനെ വിളിക്കുന്ന പേരാണ് ഏത്? കോമ്പോസിറ്റ് ട്രസ് എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ മെറ്റീരിയൽസ്, അതായത് സ്റ്റീലും അതേപോലെ തന്നെ ടിമ്പറും മിക്സ് ചെയ്ത് യൂസ് ചെയ്യുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്ലാറ്റ് അല്ലെങ്കിൽ ടെറസ്ഡ് റൂഫ് ആയിരുന്നു. അപ്പൊ അതിൽ മെയിൻ ആയിട്ടുള്ള ടൈപ്പ് ഏതൊക്കെയാണ്? RCC റൂഫാണ്. അതായത് നമ്മൾ കോമൺലി അഡോപ്റ്റഡ് ആയിട്ടുള്ള RCC ഫ്ലോർ എങ്ങനെയാണോ കൺസ്ട്രക്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ജാക്ക് ആർച്ച് ഫ്ലോർ ആണ്. അത് നമ്മൾ ഓൾറെഡി ഫ്ലോറിന്റെ കേസിൽ പഠിച്ചായിരുന്നു. അപ്പൊ ജാക്ക് ആർച്ച് റൂഫ് അതേ സെയിം ഫ്ലോർ എങ്ങനെയാണോ കൺസ്ട്രക്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് എന്ത് കൺസ്ട്രക്ട് ചെയ്യാം? റൂഫും കൺസ്ട്രക്ട് ചെയ്യാം. ഇനിയുള്ള 2 ടൈപ്പ് എന്ന് പറയുന്നത് മദ്രാസ് ടെറസ്ഡ് റൂഫും ബംഗാൾ ടെറസ്ഡ് റൂഫുമാണ്. ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ബംഗാളിൽ യൂസ് ചെയ്യുന്ന ഏതാണ് അല്ലെങ്കിൽ മദ്രാസിൽ യൂസ് ചെയ്യുന്ന ഏതാണ് എന്നുള്ള രീതിയിൽ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ അതിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പൊ ഇവിടെ മദ്രാസ് ടെറസ്ഡ് റൂഫ് ആണെങ്കിൽ അതിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഇതേപോലെയാണ്. ഏറ്റവും ബോട്ടം ലെവലിൽ ഒരു ജോയിസ്റ്റ് ഉണ്ടാവും. ദെൻ ജോയിസ്റ്റിന് മുകളിൽ നമ്മളൊരു ബ്രിക്ക് മേസൺറി പ്രൊവൈഡ് ചെയ്യും. ബ്രിക്ക് മേസൺറിയുടെ മുകളിൽ ഒരു ലെയർ ആയിട്ട് ബ്രിക്ക് ബാറ്റ് ലൈം കോൺക്രീറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ദെൻ ഏറ്റവും ടോപ്പായിട്ട് നമ്മൾ ഫ്ലോറിങ്ങും പ്രൊവൈഡ് ചെയ്യും. ദെൻ അതേസമയം ബംഗാൾ ടെറസ്ഡ് റൂഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ യൂസ് ചെയ്യുന്നത് റാഫ്റ്റേഴ്സ് ആണ്. ദെൻ റാഫ്റ്റേഴ്സിന്റെ മുകളിൽ ബാറ്റൻസിനെ പ്രൊവൈഡ് ചെയ്യും. ദെൻ ബാറ്റൻസിന്റെ മുകളിൽ റൂഫ് കവറിങ് എന്താണ് മീൻസ് ഫ്ലോറിങ് എന്താ റൂഫിങ് എന്താണോ ആ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യും. കവറിങ് ആയിട്ട് ടൈൽസ് യൂസ് ചെയ്യണമെങ്കിൽ ടൈൽസ് യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുന്ന സാധനമാണ് ബംഗാൾ ടെറസ് റൂഫ്. അപ്പൊ ബംഗാൾ ടെറസ് റൂഫിൽ നിന്ന് വേണമെങ്കിൽ ഒരു ക്വസ്റ്റനോട് ചോദിക്കാം, വരാന്താസിൽ യൂസ് ചെയ്യുന്ന ഫ്ലോർ ഏതാണ്, റൂഫ് ഏതാണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ വരാന്താസിൽ യൂസ് ചെയ്യുന്ന റൂഫ് എന്ന് പറയുന്നത് ബംഗാൾ ടെറസ്ഡ് റൂഫ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കർവ്ഡ് റൂഫാണ്. കർവ്ഡ് റൂഫിലെ മെയിൻ ആയിട്ടുള്ള കാറ്റഗറി എന്ന് പറയുന്നത് ഷെൽ റൂഫാണ്. അപ്പൊ ഷെൽ റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർവ്ഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ ഷെൽ റൂഫ് എന്ന് പറയുന്നത്. കർവേച്ചർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഡയറക്ഷനിൽ മാത്രമല്ല ഡബിൾ ഡയറക്ഷനിലും വരാം. അപ്പൊ സിംഗിൾ കർവേച്ചർ ഉള്ള റൂഫുകളും ഉണ്ട്, ഡബിൾ കർവേച്ചർ ഉള്ള റൂഫുകളും ഉണ്ട്. സിംഗിൾ കർവേച്ചർ ഉള്ള ഷെൽ റൂഫുകൾ എന്ന് പറയുന്നത് ബാരൽ വോൾട്ട് ഷെൽ റൂഫും അതേപോലെ തന്നെ നോർത്തേൺ ലൈറ്റ് ഷെൽ റൂഫുമാണ്. ഇപ്പൊ നോർത്തേൺ ലൈറ്റ് ഷെൽ റൂഫ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓൾറെഡി നോർത്തേൺ ലൈറ്റ് റൂഫ് ട്രസ് പഠിച്ചു. അതേപോലെ തന്നെ ഫാക്ടറീസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് നോർത്തേൺ ലൈറ്റ് ഷെൽ റൂഫ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് ബാരൽ വോൾട്ട് ഷെൽ റൂഫ് ആണ്. അപ്പൊ ബാരൽ വോൾട്ട് ഷെൽ റൂഫ് എന്ന് പറഞ്ഞാൽ ഒരു ലാർജർ ഏരിയയിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു റെക്ടാങ്കുലർ ഒരു വലിയൊരു നീളത്തിൽ കിടക്കുന്ന ഒരു ഓഡിറ്റോറിയം, അങ്ങനെ ഒരു ഓഡിറ്റോറിയത്തിന്റെ കേസിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ബാരൽ വോൾട്ട് ഷെൽ റൂഫ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡോം ടൈപ്പ് റൂഫാണ്. അപ്പൊ ഡോം ടൈപ്പ് റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഡബിൾ കർവേച്ചർ ഉള്ള റൂഫുകളാണ്.
അപ്പൊ ഷെല്ലിന്റെ തന്നെ ഒരു സബ് കാറ്റഗറിയാണ്. ഡബിൾ കർവേച്ചർ ഉള്ള ഷെൽ റൂഫുകളെ പറയുന്ന പേരാണ് ഡോം റൂഫ് എന്നുള്ളത്. അപ്പൊ ഡോം റൂഫിന്റെ കമ്പോണൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ടോപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്ന ചെറിയ ഈ സെമി സർക്കുലർ ആയിട്ടുള്ള പ്രൊജക്ഷൻ, അതിനെ വിളിക്കുന്ന പേര് കപ്പോള എന്നാണ്. ദെൻ കപ്പോളയുടെ താഴെ നമുക്ക് ലാൻഡേൺസ് പ്രൊവൈഡ് ചെയ്യാം. ലാൻഡേൺ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് ലൈറ്റ് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ്. ലൈറ്റ് അല്ലെങ്കിൽ വെന്റിലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ലാൻഡേൺ എന്ന് പറയുന്നത്. ദെൻ ലാൻഡേണിന്റെ താഴെയാണ് നമ്മൾ ഡോം പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഈ ഡോമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ മെമ്പറിനെ പറയുന്ന പേരാണ് തൊളോഡേറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്കതിനെ ഡ്രം എന്നും വിളിക്കാം. ഡ്രം തൊളോഡേറ്റ് അല്ലെങ്കിൽ ഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഡോമിനെ അതേപോലെ തന്നെ നമ്മുടെ തൊട്ട് താഴെ ഇരിക്കുന്ന വോൾ ഉണ്ടല്ലോ, ആ വോളിന്റെയും ഇടയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെമ്പറാണ് തൊളോഡേറ്റ് അല്ലെങ്കിൽ ഡ്രം എന്ന് പറയുന്നത്. നെക്സ്റ്റ് രണ്ട് അഡീഷണൽ കമ്പോണൻസ് ആണ്. ഒന്ന് പെൻഡന്റേറ്റീവ് ഉണ്ട്, അതേപോലെ തന്നെ സ്ക്വിഞ്ചും ഉണ്ട്. അപ്പൊ പെൻഡന്റേറ്റീവ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ടർ സർഫസ് ആണ്. അതായത് നമുക്ക് ഇവിടെ ഈ ഡോം നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇതൊരു സർക്കുലാർ വാളിന്റെ മുകളിലായിരിക്കും. ഓക്കെ, ഒരു സർക്കുലാർ വാളിന്റെ മുകളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ ആണ്. ഇനി അങ്ങനെയല്ല, നമുക്കൊരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു ഡയഗണൽ ബേസ് ആണ്. നമ്മുടെ ബേസ് ആയിട്ടിരിക്കുന്നത് സർക്കുലർ ഷേപ്ഡ് അല്ല. സർക്കുലർ ഷേപ്ഡ് ആണെങ്കിലാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുക? ഡ്രം പ്രൊവൈഡ് ചെയ്യുക. ഇനി സർക്കുലർ ഷേപ്ഡ് അല്ല, ഒരു സ്ക്വയർ ഷേപ്ഡ് ബോട്ടം ആണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള കേസിൽ യൂസ് ചെയ്യുന്ന സാധനമാണ് പെഡന്റേറ്റീവും അതേപോലെ തന്നെ സ്ക്വിഞ്ച് എന്ന് പറയുന്നത്. അതിൽ ഔട്ടർ സർഫസിനെ പറയുന്ന പേരാ, അതായത് നമ്മുടെ ഈ സ്ക്വയറിനെ കണക്ട് ചെയ്യുന്ന മെമ്പർ ഉണ്ടല്ലോ, താഴെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്ക്വയർ ഫേസ്, അതും നമ്മുടെ ഡോമുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു മെമ്പർ. ആ കണക്ട് ചെയ്യുന്ന മെമ്പറിലെ ഔട്ടർ സർഫസിനെ വിളിക്കുന്ന പേരാണ് പെൻഡന്റേറ്റീവും ഇന്നർ സർഫസിനെ വിളിക്കുന്ന പേരാണ് സ്ക്വിഞ്ച് എന്നുള്ളത്. അപ്പം അവിടെ അത് ഓർത്തിരിക്കുക, ഇത് ഔട്ടർ സർഫസ് എന്നുള്ളതാണ്, ഇത് എക്സ്റ്റേണൽ സൈഡിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഇത് ഇന്റേണൽ സൈഡിനെ വിളിക്കുന്ന പേരാണ് സ്ക്വിഞ്ച് എന്നുള്ളത്. ഓക്കെ, പെൻഡന്റേറ്റീവും അതേപോലെ തന്നെ സ്ക്വിഞ്ചും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് റൂഫ് കവറിംഗ് മെറ്റീരിയൽസ് ആണ്. അപ്പൊ ഇതിൽ പിച്ച്ഡ് റൂഫിൽ യൂസ് ചെയ്യുന്ന റൂഫ് കവറിംഗ് മെറ്റീരിയൽസ് ആണ്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് താച്ച് ആണ്. താച്ച് എന്ന് പറഞ്ഞാൽ വില്ലേജസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വൈക്കോലിന്റെ റൂഫിനെ പറയുന്ന പേരാണ് താച്ച് എന്നുള്ളത്. അപ്പൊ പെട്ടെന്ന് ഡീക്കേ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്, പെട്ടെന്ന് ഫയർ പിടിക്കാം, ദെൻ പീരിയോഡിക്കലായിട്ട് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു സാധനമാണ് താച്ച് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഓർഡിനറി ഹാഫ് റൗണ്ട് കൺട്രി ടൈലാണ്. ഓർഡിനറി ഹാഫ് റൗണ്ട് കൺട്രി ടൈലും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ദെൻ നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഷിംഗിൾസ് ആണ്. ഷിംഗിൾസ് എന്ന് പറഞ്ഞാൽ തടിയുടെ ടൈല് പോലെ തന്നെ ഇരിക്കും, പക്ഷെ മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടിമ്പറിന്റെ ആയിരിക്കും. ഇപ്പൊ ഹില്ലി ഏരിയാസിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഷിംഗിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് പേറ്റന്റഡ് ടൈൽസ് ആണ്. ഏതൊക്കെയാണ്? മാംഗ്ലൂർ ടൈലും ഉണ്ട്, അതേപോലെ തന്നെ അലഹബാദ് ടൈലും ഉണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്നത് പറയുന്നത് ഒരു മീറ്റർ സ്ക്വയറിൽ എത്ര ടൈലുകൾ യൂസ് ചെയ്യാം. അപ്പൊ 15 മുതൽ 16 വരെ, 15ഓ 16ഓ അത്രയാണ് നമുക്ക് ബാംഗ്ലൂർ ടൈൽ ഒരു മീറ്റർ സ്ക്വയറിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അലഹബാദ് ടൈലാണെങ്കിൽ 18 എണ്ണം യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രഫോർഡ് ആസ്ബറ്റോസ് സിമെന്റ് ടൈലുണ്ട്, കൊറുഗേറ്റഡ് GI ഷീറ്റും ഉണ്ട്, അതേപോലെ തന്നെ AC ഷീറ്റ്, ആസ്ബറ്റോസ് സിമെന്റ് കൊറുഗേറ്റഡ് ഷീറ്റും ഉണ്ട്. അപ്പൊ ഇതിൽ AC ഷീറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും: ആസ്ബറ്റോസിന്റെയും സിമെന്റിന്റെയും മിക്സ്, അതിന്റെ പ്രൊപ്പോർഷൻ എത്രയാണെന്ന് ചോദിക്കാം. അവിടെ പറയേണ്ടത് 15% ആണ് മിക്സ് എന്നുള്ളത് ഓർത്തിരിക്കുക. ദെൻ കൊറുഗേറ്റഡ് GI ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ് ആണ്, അതിനെ സിങ്ക് വെച്ച് നമ്മൾ കോട്ട് ചെയ്യും. അതിന് കോട്ടിംഗ് എന്ന് പറയുന്നത് സിങ്ക് വെച്ചിട്ടാണ് നമ്മൾ കോട്ട് ചെയ്യും. കൊറോഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സിങ്ക് വെച്ച് നമ്മൾ അതിനെ കോട്ട് ചെയ്യും. ദെൻ ഈ രണ്ട് മെറ്റീരിയൽസും നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ, ഈ GI ഷീറ്റും അതേപോലെ തന്നെ AC ഷീറ്റും നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ളത് AC ഷീറ്റ് ആയിരിക്കും. അതേസമയം കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ GI ഷീറ്റ്. അതായത് എന്തെങ്കിലും വന്ന് വീണ് കഴിഞ്ഞാൽ, ഇപ്പൊ തേങ്ങയൊക്കെ വന്ന് വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന സാധനം ഏതായിരിക്കും? AC ഷീറ്റ് ആയിരിക്കും. ഇത് കുറച്ചുകൂടെ നിൽക്കും. അപ്പൊ അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള സാധനം AC ഷീറ്റ് ആണ്. GI ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒച്ചയായിരിക്കും. ഇപ്പൊ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ നല്ല ഒച്ച കേൾക്കുന്ന ഏതിൽ നിന്നായിരിക്കും? GI ഷീറ്റിൽ നിന്നായിരിക്കും. അതേസമയം AC ഷീറ്റിൽ നിന്ന് അത്ര സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് പറ്റത്തില്ല. ട്രാഫോർഡ് ആസ്ബറ്റോസ് സിമെന്റ് ടൈൽ എന്ന് പറയുന്ന സാധനം AC ഷീറ്റിന്റെ തന്നെ ഒരു ടൈൽ ഫോമിലുള്ള സാധനമാണ് ട്രാഫോർഡ് ആസ്ബറ്റോസ് സിമെന്റ് ടൈൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എറ്റേണിറ്റ് സ്ലേറ്റ് ആണ്. അപ്പൊ എറ്റേണിറ്റ് സ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോൺ വെച്ചുണ്ടാക്കുന്ന, നമ്മൾ നേരത്തെ ഷിംഗിൾസ് പഠിച്ചു, അതേപോലെ തന്നെ സ്റ്റോണിന്റെ ഒരു മെറ്റീരിയൽ ആയിരിക്കും ഏത്? എറ്റേണിറ്റ് സ്ലേറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് റൂബറോയിഡ് ആണ്. റൂബറോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ നമ്മൾ ഈ ഹോട്ട് ബിറ്റുമെൻ ലേ ചെയ്തതിന് ശേഷം അതിന്റെ ടോപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സാധനമാണ് റൂബറോയിഡ് എന്ന് പറയുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് റൂഫ് കവറിംഗ് മെറ്റീരിയൽസ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. അടുത്ത പോർഷൻ കാർപ്പൻട്രി ആൻഡ് ജോയിനറി ആണ്. ഇപ്പൊ കാർപ്പൻട്രി ആൻഡ് ജോയിനറിയിൽ നമുക്ക് ടെക്നിക്കൽ ടേംസിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് ഇതിലായിട്ട് വന്നിട്ടുള്ളത്. ദെൻ അതിന്റെ
കമ്പോണൻസിലേക്ക് പോകാം. ഇപ്പോൾ ഫസ്റ്റ് ടെക്നിക്കൽ ടേം എന്ന് പറയുന്നത് ആദ്യത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് ബാറ്റൻസ് ആണ്. തിൻ സ്ട്രിപ്പ് ഓഫ് വുഡിനെ പറയുന്ന പേരാണ് ബാറ്റൻസ് എന്നുള്ളത്. സെമി സർക്കുലർ പ്രൊജക്ഷനെ പറയുന്ന പേരാണ് ബീഡ് എന്നുള്ളത്. നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത് ചാംഫറിംഗ് ആണ്. അതായത് 45 ഡിഗ്രിയിൽ നമ്മളൊരു എഡ്ജ് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേര് ചാംഫറിംഗ് ആണ്. അതർ ദാൻ 45 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ബിവൽ ചാംഫറിംഗ് എന്നുള്ളത്. ദെൻ ഇനി സ്റ്റോപ്ഡ് ചാംഫറിംഗ് എന്ന് പറഞ്ഞാലോ, സ്റ്റോപ്ഡ് ചാംഫറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ലെങ്ത്തിലേക്ക് പോകുന്നില്ല, ചാംഫർ ഫുൾ ലെങ്ത്തിലേക്ക് പോകുന്നില്ല, നമ്മൾ എന്താണ് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യുവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സ്റ്റോപ്ഡ് ചാംഫറിംഗ് എന്നുള്ളത്. നെക്സ്റ്റ് ടെക്നിക്കൽ ടേം എന്ന് പറയുന്നത് അടുത്തതിലേക്ക് പോകാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രൂവ് ആണ്. ഇപ്പോൾ ഒരു ഗ്രൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു റെക്ടാങ്കുലർ ഡിപ്രഷനെ പറയുന്ന പേരാണ് ഗ്രൂവ് എന്നുള്ളത്. രണ്ട് ടൈപ്പ് ഗ്രൂവിങ് നമുക്കുണ്ട്, ക്രോസ് ഗ്രൂവിംഗും ഉണ്ട്, അതേപോലെ തന്നെ പ്ലോ ഗ്രൂവിംഗും ഉണ്ട്. ക്രോസ് ഗ്രൂവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രെയിൻസിന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഗ്രൂവ് പോകുന്നതെങ്കിൽ അതിനെ ക്രോസ് ഗ്രൂവിംഗ് എന്നും, ഗ്രെയിൻസിന്റെ ഡയറക്ഷന് പാരലൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പ്ലോ ഗ്രൂവിംഗ് എന്നും പറയും. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഹൗസിംഗ് ആണ്. ഹൗസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്കിങ് ഓഫ് വൺ എഡ്ജ് ഇൻടു അനദർ. വേറൊരു ടിമ്പർ പീസിന്റെ ഉള്ളിലേക്ക് നമ്മൾ മറ്റൊരു ടിമ്പർ പീസിനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേര് ഹൗസിംഗ് എന്നാണ്. നെക്സ്റ്റ് ടെക്നിക്കൽ ടേം എന്ന് പറയുന്നത് മിട്രിങ് ആണ്. രണ്ട് ടിമ്പർ പീസിന്റെ എഡ്ജസ് ഞാൻ എന്ത് ചെയ്യും, ട്രിം ചെയ്ത് ജോയിൻ ചെയ്യുന്നതിനെ പറയുന്ന പേര് മിട്രിങ് എന്നാണ്. ദെൻ നെക്സ്റ്റ് വൺ സ്ക്രൈബിംഗ് ആണ്. സ്ക്രൈബിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ടിമ്പർ പീസിന്റെ ഷേപ്പിനനുസരിച്ച് ഞാൻ മറ്റേ ടിമ്പർ പീസിൽ റിബേറ്റ് ക്രിയേറ്റ് ചെയ്യും, അതിനെ വിളിക്കുന്ന പേര് സ്ക്രൈബിംഗ് എന്നാണ്. നെക്സ്റ്റ് ടെക്നിക്കൽ ടേം എന്ന് പറയുന്നത് മോൾഡിംഗ് ആണ്. മോൾഡിംഗ് എന്ന് പറഞ്ഞാൽ മോൾഡഡ് ഷേപ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ്. നെക്സ്റ്റ് വൺ നോസിംഗ് ആണ്. നോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെർട്ടിക്കൽ സർഫസിൽ നിന്ന് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നതിനെ പറയുന്ന പേര് നോസിംഗ് എന്നാണ്. നെക്സ്റ്റ് ടെക്നിക്കൽ ടേം എന്ന് പറയുന്നത് പ്ലെയിനിങ് ആണ്. പ്ലെയിനിങ് എന്ന് പറഞ്ഞാൽ ടേക്കിംഗ് ഓഫ് ദി ഷേപ്പ്, അതിനെ പറയുന്ന പേരാണ് പ്ലെയിനിങ് എന്നുള്ളത്. നെക്സ്റ്റ് വൺ റിബേറ്റിംഗ്. റിബേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൂവ് തന്നെയാണ്, പക്ഷെ ആ ഗ്രൂവ് എവിടെ പ്രൊവൈഡ് ചെയ്യുക, എഡ്ജസിലായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഒരു ഡിപ്രഷൻ പ്രൊവൈഡഡ് അറ്റ് ദി എഡ്ജസിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്രഷനെ വിളിക്കുന്ന പേര് റിബേറ്റിംഗ് എന്നാണ്. നെക്സ്റ്റ് ടെക്നിക്കൽ ടേം എന്ന് പറയുന്നത് സോയിങ് ആണ്. സോയിങ് എന്ന് പറഞ്ഞാൽ ദ ആർട്ട് ഓഫ് കട്ടിംഗ് വുഡ് കട്ട് ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സോയിങ് എന്നുള്ളത്. നെക്സ്റ്റ് ടെക്നിക്കൽ ടേം ഷൂട്ടിംഗ് ആണ്. ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അതായത് എഡ്ജസ് നമ്മൾ ഷാർപ്പൻ ചെയ്യുന്നത്, സ്മൂത്ത് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഷൂട്ടിംഗ് എന്നുള്ളത്. എഡ്ജസ് ആയിരിക്കും. മറ്റേ പ്ലെയിനിങ് എന്തായിരുന്നു, പ്ലെയിൻ നമ്മൾ സർഫസിലാണ് തിക്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്തത്, പ്ലെയിനിങ് യൂസ് ചെയ്തത്. അതേസമയം ഷൂട്ടിംഗ് എന്തായിരിക്കും, ഷാർപ്പ് കോർണേഴ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത സാധനം ഷൂട്ടിംഗ് ആയിരിക്കും. എഡ്ജസിലൊക്കെ ആയിരിക്കും നമ്മൾ ഷൂട്ടിംഗ് നടത്തുക. പിന്നെ ഉള്ളത് സ്റ്റഡിങ് ആണ്. സ്റ്റഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടിമ്പർ പീസ് ഒരു ടിമ്പർ വാളിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് സ്റ്റഡിങ് എന്നാണ്. വെനീറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു മോശം തടി, ആ മോശം തടിയുടെ മുകളിൽ നമ്മളൊരു വെനീർ വെച്ച് അതിനെ ഫിക്സ് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ വെനീർ വെച്ച് കവർ ചെയ്യുവാണെങ്കിൽ അതിനെ പറയുന്ന പേര് വെനീറിംഗ് എന്നാണ്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് വെയിൻസ്കോട്ട് ആണ്. വെയിൻസ്കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, ഒരു വാളിന്റെ ലോവർ പോർഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പാനൽ, ടിമ്പറിന്റെ പാനലിങ്ങിനെ പറയുന്ന പേര് വെയിൻസ്കോട്ട് എന്നാണ്. അപ്പൊ വെയിൻസ്കോട്ടിന്റെ കേസിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഹൈറ്റ് എത്രയാണ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുക. ഹൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 60 സെന്റിമീറ്റേഴ്സ് ആയിരിക്കും. അപ്പൊ അതാണ് വെയിൻസ്കോട്ട് എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് ജോയിന്റുകളിലേക്ക് വരാം. ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ലെങ്തനിങ് ജോയിന്റ് ആണ്. ലെങ്തനിങ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ലെങ്ത് കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ജോയിന്റിനെ വിളിക്കുന്ന പേര് ലെങ്തനിങ് ജോയിന്റ് എന്നാണ്. അതിന്റെ വേറെ പേരുകൾ ഓർത്ത് വെക്കുക, കാരണം ഇതിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് മറ്റ് പേരുകൾ എന്തൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇറ്റ് വിൽ ബി ലോഞ്ചിറ്റ്യൂണൽ ജോയിന്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഇതിനെ സ്പ്ലൈസ്ഡ് ജോയിന്റ് എന്ന് വിളിക്കാം. അപ്പൊ ലെങ്തനിങ് ജോയിന്റിന്റെ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ലാപ്ഡ് ജോയിന്റ് ആണ്. ലാപ്ഡ് ജോയിന്റ് ഉണ്ട്. ദെൻ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഫിഷ്ഡ് ജോയിന്റ് ആണ്. ഫിഷ് പ്ലേറ്റ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള ടൈപ്പ് ജോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഫിഷ്ഡ് ജോയിന്റ് എന്നുള്ളത്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് സ്കാർഫ്ഡ് ജോയിന്റ് ആണ്. അടുത്ത ടൈപ്പ് ജോയിന്റ് എന്ന് പറയുന്നത് ടേബിൾഡ് ജോയിന്റ് ആണ്. അപ്പൊ ഈ ഓരോ കേസിലും ലെങ്തനിങ് ജോയിന്റിൽ വരുന്ന ടൈപ്പ് ഓഫ് ജോയിന്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. ഓക്കെ, ദെൻ രണ്ടാമത്തെ ടൈപ്പ് ജോയിന്റ് എന്ന് പറയുന്നത് വൈഡനിങ് ജോയിന്റ് ആണ്. അപ്പൊ വൈഡനിങ് ജോയിന്റിൽ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് വൈഡനിങ് ജോയിന്റ്. ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ബഡ് ജോയിന്റ് ഉണ്ട്. ദെൻ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് റിബേറ്റഡ് ജോയിന്റ് ഉണ്ട്. റിബേറ്റഡ് ജോയിന്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷ്രിങ്കേജ് ഉണ്ടായാലും, ഓക്കെ, ഈവൻ ആഫ്റ്റർ ഷ്രിങ്കേജ് ഉണ്ടായാലും നമ്മൾ ഈ ഡസ്റ്റ് പ്രൂഫ് ആയിട്ടുള്ളത് ഏത് ടൈപ്പ് ജോയിന്റ് ആണെന്ന് ചോദിക്കാം. വിച്ച് റിമെയിൻസ് ഡസ്റ്റ് പ്രൂഫ് ഈവൻ ആഫ്റ്റർ ഷ്രിങ്കേജ്, അതേതായിരിക്കും, ഇറ്റ് വിൽ ബി റിബേറ്റഡ് ജോയിന്റ്. അത് ഓർത്തിരിക്കുക. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് റിബേറ്റഡ് ആൻഡ് ഫില്ലറ്റഡ് ജോയിന്റ് ആണ്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് പ്ലോഡ് ആൻഡ് ടങ്ഡ് ജോയിന്റ് ആണ്. അടുത്ത ടൈപ്പ് ജോയിന്റ് എന്ന് പറയുന്നത് ടങ്ഡ് ആൻഡ് ഗ്രൂഡ് ജോയിന്റ് ആണ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ടങ്ഡ് ആൻഡ് ഗ്രൂഡ് ടൈപ്പ് ജോയിന്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡ്രോയിങ് ബോർഡ്സിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഡ്രോയിങ് ബോർഡ്സിന്റെ കൺസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്ന ടൈപ്പ് ജോയിന്റ് ഏതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഇറ്റ് വിൽ ബി ടങ്ഡ് ആൻഡ് ഗ്രൂഡ് ജോയിന്റ് ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റിബേറ്റഡ് ടങ്ഡ് ആൻഡ് ഗ്രൂഡ് ജോയിന്റ് ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറയുന്നത് സീക്രട്ട് നെയിലിംഗിന് യൂസ് ചെയ്യുന്ന ടൈപ്പ് ജോയിന്റ് ഏതാണെന്ന് ചോദിക്കാം. സീക്രട്ട് നെയിലിംഗിന് യൂസ് ചെയ്യുന്നത് റിബേറ്റഡ് ടങ്ഡ് ആൻഡ് ഗ്രൂഡ് ജോയിന്റ് ആണ്. പിന്നെ ഉള്ളത് സ്പ്ലേഡ് ജോയിന്റ് ആണ്.
ദെൻ അതേപോലെ നെക്സ്റ്റ് ഡബിൾഡ് ജോയിന്റ് ഉണ്ട്. പിന്നെയുള്ള 2 ടൈപ്പ് ജോയിന്റുകളാണ് മാച്ച്ഡ് ആൻഡ് ബീഡഡ് ജോയിന്റും അതേപോലെ തന്നെ മാച്ച്ഡ് ആൻഡ് വി ജോയിന്റഡും. ഇത് രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് അൺസൈഡ്ലി അപ്പിയറൻസ്. അൺസൈഡ്ലി അപ്പിയറൻസ് എന്നുള്ള കീവേഡാണ്, അത് ഓർത്തിരിക്കുക. അൺസൈഡ്ലി അപ്പിയറൻസ് ഉള്ള കേസുകളിൽ യൂസ് ചെയ്യാൻ പറ്റിയ 2 ടൈപ്പ് ജോയിന്റുകളാണ് മാച്ച്ഡ് ആൻഡ് ബീഡഡ് ജോയിന്റും അതേപോലെ തന്നെ മാച്ച്ഡ് ആൻഡ് വി ജോയിന്റഡ്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ജോയിന്റ് എന്ന് പറയുന്നത് ആംഗിൾ ജോയിന്റ് അല്ലെങ്കിൽ കോർണർ ജോയിന്റ് ആണ്. 90 ഡിഗ്രിയിൽ മീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആംഗിൾ ജോയിന്റ് അല്ലെങ്കിൽ കോർണർ ജോയിന്റുകൾ എന്ന് പറയുന്നത്. അതിലെ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ബഡ് ജോയിന്റ് ആണ്. പിന്നെ റിബേറ്റഡ് ആൻഡ് ബഡ് ജോയിന്റ് ഉണ്ട്, റിബേറ്റഡ് ആൻഡ് ബീഡഡ് ബഡ് ജോയിന്റ് ഉണ്ട്. നെക്സ്റ്റ് പിന്നെ ഉള്ളത് ഗ്രൂഡ് ആൻഡ് ടങ്ഡ് ജോയിന്റ് ഉണ്ട്, പ്ലെയിൻ മിറ്റർ ജോയിന്റ് ഉണ്ട്, ദെൻ മിറ്റേഡ് ആൻഡ് ഫെതേർഡ് ജോയിന്റ് ഉണ്ട്, ഹൗസ്ഡ് ജോയിന്റ് ഉണ്ട്. അപ്പൊ ഇവിടെ ജസ്റ്റ് പേരുകൾ മാത്രം ഒന്ന് നോക്കി പോയിരുന്നാൽ മതി, ഏതൊക്കെ ടൈപ്പ് ജോയിന്റുകൾ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ദെൻ മിറ്റേഡ് ആൻഡ് റിബേറ്റഡ് ജോയിന്റ് ഉണ്ട്, മിറ്റേഡ് റിബേറ്റഡ് ആൻഡ് ഫെതേർഡ് ജോയിന്റ് ഉണ്ട്. അങ്ങനെ ഇത്ര ടൈപ്പ് ജോയിന്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒബ്ലിക് ഷോൾഡേർഡ് ജോയിന്റ് ആണ്. ഒബ്ലിക് ഷോൾഡേർഡ് ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതർ ദാൻ 90 ഡിഗ്രി മീറ്റ് ചെയ്യുന്ന ജോയിന്റുകളെ പറയുന്നവരാണ് ഒബ്ലിക് ഷോൾഡേർഡ് ജോയിന്റ്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇത് ബേർഡ്സ് മൗത്ത് ജോയിന്റ് ആണ്. ഇവിടെ വാൾ പ്ലേറ്റും റാഫ്റ്റേഴ്സും കോമൺ റാഫ്റ്റേഴ്സും തമ്മിൽ കണക്ട് ചെയ്യുന്ന ജോയിന്റ് ഏതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ കോമൺ റാഫ്റ്റേഴ്സും വാൾ പ്ലേറ്റും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ബേർഡ്സ് മൗത്ത് ജോയിന്റ് ആണ്. രണ്ടാമത്തെ ടൈപ്പ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഡൗട്ടെയിൽഡ് ഹാവിംഗ് ജോയിന്റ് ആണ്. ഡൗട്ടെയിൽഡ് എന്ന് പറഞ്ഞാൽ പ്രാവിന്റെ ചിറക് അതേപോലെ ഇരിക്കുന്നതാണ്, അതുകൊണ്ടാണ് അതിനെ ഡൗട്ടെയിൽഡ് ജോയിന്റ് എന്ന് വിളിക്കുന്നത്. ഹാഫ് തിക്നെസ് എടുക്കുന്നതുകൊണ്ടാണ് അതിനെ ഹാവിംഗ് ജോയിന്റ് എന്ന് വിളിച്ചത്. അപ്പോൾ ഡൗട്ടെയിൽഡ് ഹാവിംഗ് ജോയിന്റ്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ബ്രിഡിൽ ജോയിന്റ് ആണ്. അപ്പോൾ ബ്രിഡിൽ ജോയിന്റ് കൂടുതലും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രസ്സിൽ യൂസ് ചെയ്യുന്ന ഏതാണെന്ന് ചോദിക്കും. ഇപ്പൊ ട്രസ്സിൽ യൂസ് ചെയ്യുന്ന സാധനം ബ്രിഡിൽ ജോയിന്റ് ആണ്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഒബ്ലിക് ടെനൻ ജോയിന്റ് ആണ്. ഒബ്ലിക് ടെനൻ ജോയിന്റ് എന്ന് പറഞ്ഞാൽ ടെനൻ ആണ് ഇവിടെ ഒബ്ലിക് ആയിട്ടിരിക്കുന്നത്. മീൻസ് എന്താ പറയാ, ഇംഗ്ലൈൻഡ് ആയിട്ടിരിക്കുന്ന മെമ്പർ എന്ന് പറയുന്നത് ടെനൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഒബ്ലിക് ടെനൻ ജോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതും നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രസ്സിന്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ റൂഫിന്റെ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്ന സാധനമാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മിഡ്രഡ് ജോയിന്റ് ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി മിഡ്രഡ് ജോയിന്റിൽ 90 ഡിഗ്രിയിൽ മീറ്റ് ചെയ്യുന്നത് പഠിച്ചു. ഇത് അതർ ദാൻ 90 ഡിഗ്രി ഉള്ള മിഡ്രഡ് ജോയിന്റുകളാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബിയറിംഗ് ജോയിന്റ് ആണ്. ബിയറിംഗ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ കുറച്ചധികം ലോഡ് വരുന്ന കേസുകളിൽ യൂസ് ചെയ്യുന്ന സാധനമാണ്. അതായത് എക്സസീവ് ആയിട്ട് ലോഡ് വരുന്ന കേസുകളിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ജോയിന്റ് ബിയറിംഗ് ജോയിന്റുകളാണ്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ചേസ് മോർട്ടിസ് ജോയിന്റ് ആണ്. അപ്പൊ ചേസ് മോർട്ടിസ് ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പ്രീഫിക്സ്ഡ് ആയിട്ടുള്ള 2 ടിമ്പർ പീസ്, ആ 2 ടിമ്പർ പീസിനും ഇടയിൽ എനിക്ക് ഒരു ടിമ്പർ പീസ് വെക്കണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന സാധനമാണ് ബിയറിംഗ് ജോയിന്റ്. അപ്പൊ ഈ ഓൾറെഡി 2 ടിമ്പർ പീസുകൾ ഓൾറെഡി ഇരിക്കുകയാണ് അവിടെ, അതിലേക്ക് എനിക്ക് പുതിയൊരു ടിമ്പർ പീസിനെ ഇങ്ങനെ പെർപെൻഡിക്കുലറി കൊണ്ട് വെക്കണം. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ യൂസ് ചെയ്യുന്ന സാധനമാണ് ആദ്യത്തെ ടൈപ്പ് ചേസ് മോർട്ടിസ് ജോയിന്റ് എന്ന് പറയും. ഇനി രണ്ടാമത്തെ ടൈപ്പ് ജോയിന്റ് എന്ന് പറയുന്നത് കോക്ഡ് ജോയിന്റ് ആണ്. അപ്പൊ കോക്ഡ് ജോയിന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ഫ്ലോറുകളിൽ യൂസ് ചെയ്യുന്നത്, ഫ്ലോറിന്റെ കൺസ്ട്രക്ഷന് യൂസ് ചെയ്യുന്ന സാധനമാണ് കോക്ഡ് ജോയിന്റ് എന്ന് പറയുന്നത്. ഫ്ലോറിൽ ഏത് ടൈപ്പ് ഫ്ലോറിലായിരുന്നു നമ്മൾ ബൈൻഡറിനെയും അതേപോലെ തന്നെ ബ്രിഡ്ജിങ് ജോയിസ്റ്റും ബൈൻഡേഴ്സും ജോയിസ്റ്റും കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് കോക്ഡ് ജോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഹാഫ്ഡ് ജോയിന്റുകളുണ്ട്, ദെൻ ഡൗട്ടെയിൽഡ് ജോയിന്റുകളുണ്ട്, ദെൻ ഡബിൾ ടെനൻ ജോയിന്റ് ഉണ്ട്. ഡബിൾ ടെനൻ ജോയിന്റ് നമ്മൾ ഫർണിച്ചേഴ്സിൽ യൂസ് ചെയ്യുന്ന സാധനമാണ് ഡബിൾ ടെനൻ ജോയിന്റ് എന്ന് പറയുന്നത്. ഹൗസ്ഡ് ജോയിന്റ് ഉണ്ട്. ദെൻ അതേപോലെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ജോഗിൾ ടെനൻ ജോയിന്റ് ആണ്. അപ്പൊ ജോഗിൾ ടെനൻ ജോയിന്റിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, ടെനൻ ഡസ് നോട്ട് എക്സ്റ്റെൻഡ് അപ് ടു ദി ഫുൾ ഡെപ്ത് ഓഫ് മോർട്ടിസ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, ടെനൻ ഡസ് നോട്ട് എക്സ്റ്റെൻഡ് അപ് ടു ദി ഫുൾ ഡെപ്ത് ഓഫ് ദി മോർട്ടിസ്. മോർട്ടിസിന്റെ ഫുൾ ഡെപ്തിലേക്കും ടെനൻ ഇറങ്ങി ചെല്ലുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ടൈപ്പ് ജോയിന്റ് ആണ് ജോഗിൾ അല്ലെങ്കിൽ സ്റ്റെപ്പ് ടെനൻ ജോയിന്റ് എന്നുള്ളത്. അടുത്ത ടൈപ്പ് ജോയിന്റ് എന്ന് പറയുന്നത് മോർട്ടിസ് ആൻഡ് ടെനൻ ജോയിന്റ് ആണ്. ഇതാണ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ജോയിന്റ് എന്ന് പറയുന്നത് മോർട്ടിസ് ആൻഡ് ടെനൻ ജോയിന്റ് ആണ്. പിന്നെ ഉള്ളത് നോച്ച്ഡ് ജോയിന്റ് ആണ്. നോച്ച്ഡ് ജോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ തന്നെ യൂസ് ചെയ്യുന്നതാണ്. ബ്രിഡ്ജിങ് ജോയിസ്റ്റും ബൈൻഡേഴ്സിനെയും നമ്മൾ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഇനി ബൈൻഡേഴ്സിനെയും ഗേർഡേഴ്സിനെയും കണക്ട് ചെയ്യുന്ന ജോയിന്റ് ആയിരുന്നു ടസ്ക് ആൻഡ് ടെനൻ ജോയിന്റ്. അതിന്റെ കൺസ്ട്രക്ഷൻ ഈ ഒരു പാറ്റേണിലാണ് ഇരിക്കുക. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ടൈപ്പ് ജോയിന്റ് എന്ന് പറയുന്നത് ഫ്രെയിമിംഗ് ജോയിന്റ് ആണ്. അതായത് ഡോറ്, വിൻഡോ, വെന്റിലേഷൻസ് ഇതിന്റെയൊക്കെ ഫ്രെയിമുകളിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ജോയിന്റ് ആണ് ഫ്രെയിമിംഗ് ജോയിന്റ് എന്നുള്ളത്. ഇനി അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ ഫൗണ്ടേഷനിൽ നമ്മൾ മെയിൻ ആയിട്ടും 2 ടൈപ്പ് ഫൗണ്ടേഷൻസ് ആണുള്ളത്. ഷാലോ ഫൗണ്ടേഷനും ഉണ്ട്, അതേപോലെ തന്നെ ഡീപ്പ് ഫൗണ്ടേഷനും ഉണ്ട്. ഡെപ്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വിഡ്ത്ത് ആണെങ്കിൽ നമുക്ക് അതിനെ ഷാലോ ഫൗണ്ടേഷൻ എന്നും, ഡെപ്ത് വെരി മച്ച് ഗ്രേറ്റർ ദാൻ വിഡ്ത്ത് ആണെങ്കിൽ നമുക്ക് അതിനെ ഡീപ്പ് ഫൗണ്ടേഷൻസ് എന്ന് വിളിക്കാം. ഷാലോ ഫൗണ്ടേഷൻസിന്റെ കാറ്റഗറീസ് ആണ്, സബ് കാറ്റഗറീസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് ഫുട്ടിങ്, സെക്കൻഡ് വൺ കമ്പൈൻഡ് ഫുട്ടിങ്, തേർഡ് വൺ കണ്ടിന്യൂസ് അല്ലെങ്കിൽ സ്ട്രിപ്പ് ഫുട്ടിങ്, സ്ട്രാപ്പ് അല്ലെങ്കിൽ കാൻഡിലിവർ ബീം ഫുട്ടിങ്, റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ. ഇനി ഡീപ്പ് ഫൗണ്ടേഷനിലെ ടൈപ്സ് എന്ന് പറയുന്നത് പൈലുണ്ട്, പിയർ ഉണ്ട്, അതേപോലെ തന്നെ കേസൺസ് ഉണ്ട്. അപ്പൊ ഇതിൽ ഐസൊലേറ്റഡ് ഫൂട്ടിങ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിൽ 3 ടൈപ്പ് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിമ്പിൾ ഫൂട്ടിങ് അല്ലെങ്കിൽ പാഡ് ഫൂട്ടിങ് എന്ന് വിളിക്കാം. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്ഡ് ഫൂട്ടിങ് ആണ്.
തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് സ്ലോപ്ഡ് ഫൂട്ടിംഗ് ആണ്. ഇനി ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് യൂസ് ചെയ്യുന്നത് ഒരു സിംഗിൾ കോളത്തിന്റെ ബോട്ടത്തിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരൊറ്റ കോളം പ്രൊവൈഡ് ചെയ്തു അതിന്റെ ബോട്ടത്തിൽ ലോഡ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കമ്പൈൻഡ് ഫൂട്ടിംഗ് ആണ്. കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ കോളംസ് വരുന്ന കേസുകളിൽ യൂസ് ചെയ്യുന്ന സാധനമാണ് കമ്പൈൻഡ് ഫൂട്ടിംഗ്. രണ്ട് ഷേപ്പുകൾ എടുക്കാം, റെക്ടാംഗുലർ അല്ലെങ്കിൽ നമുക്ക് ട്രപ്പിസോയിഡൽ എടുക്കാം. ട്രപ്പിസോയിഡൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റീരിയർ കോളം എന്ന് പറയുന്നത് ബൗണ്ടറി ലൈൻ്റെ അടുത്താണെങ്കിൽ, എക്സ്റ്റീരിയർ കോളം ബൗണ്ടറി ലൈൻ്റെ അടുത്താണെങ്കിൽ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ട്രപ്പിസോയിഡൽ ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഓർ സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണ്. കണ്ടിന്യൂസ് ഓർ സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത് ഒരു ലോഡ് ബിയറിംഗ് വാളിന്റെ താഴെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് കണ്ടിന്യൂസ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഒരു കേസോടെ നമുക്ക് യൂസ് ചെയ്യാം എ റോ ഓഫ് കോളംസ്. ഓക്കെ, ഒരു കോളംസിന്റെ ഒരു ഫുൾ റോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ താഴെ നമുക്ക് ഏതിനെ യൂസ് ചെയ്യാം? കണ്ടിന്യൂസ് അല്ലെങ്കിൽ സ്ട്രിപ്പ് ഫൂട്ടിംഗ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രാപ്പ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ കാൻഡിലിവർ ബീം ഫൂട്ടിംഗ് ആണ്. സ്ട്രാപ്പ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ കാൻഡിലിവർ ബീം ഫൂട്ടിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾക്ക് രണ്ട് ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങുകളുണ്ട്. ഈ രണ്ട് ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങുകളെയും തമ്മിൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ട്രാപ്പ് ബീം യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക. ഒരു കണ്ടീഷനോടെ ഉണ്ട്, അതായത് നമ്മുടെ എക്സ്റ്റീരിയർ കോളം എന്ന് പറയുന്നത് എക്സെൻട്രിക്കലി ലോഡിങ്ങും ഇന്റീരിയർ കോളം എന്ന് പറയുന്നത് കോൺസെൻട്രിക്കലി ലോഡിംഗ് ആവുന്ന കേസുകളിലും നമ്മൾ ഏത് യൂസ് ചെയ്യും? സ്ട്രാപ്പ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ കാൻഡിലിവർ ബീം ഫൂട്ടിംഗ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ ആണ്. അപ്പൊ റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മൾട്ടിപ്പിൾ റോസ് ഓഫ് കോളംസും അതേപോലെ തന്നെ മൾട്ടിപ്പിൾ റോസ് ഓഫ് കോളംസ് ഉണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ റോ ഓഫ് കോളംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ. നമ്മുടെ സോയിൽ വളരെ വീക്കാണ്, ക്ലേ ടൈപ്പ് സോയിലാണ്, ഹെവി ലോഡ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ ഒരു വലിയൊരു ലാർജർ ഏരിയയിൽ നമ്മൾ ഒരു ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഈ റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷന്റെ കേസിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് ഹെവിലി റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ഫൂട്ടിംഗ് ഏതാണ്? അപ്പൊ ഹെവിലി റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ഫൂട്ടിംഗ്, ഈ ഫിഗർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത്രയധികം റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ഫൂട്ടിംഗ് ആണ് റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇനി പറയാൻ പോകുന്നത് ഷാലോ ഫൗണ്ടേഷനെ കുറിച്ച് സ്പെഷ്യൽ കേസുകളാണ്. അപ്പൊ അതായത് ഡെപ്ത് കുറഞ്ഞ കുറച്ച് ഫൗണ്ടേഷനുകളാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ ആണ്. അപ്പൊ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ സെക്ഷൻസ്, ഓക്കെ, ഐ സെക്ഷൻസ് അല്ലെങ്കിൽ RSJs നമ്മൾ എന്ത് ചെയ്യും? മ്യൂച്വലി ഒരു ഗ്രിഡ് പാറ്റേണിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യും? അറേഞ്ച് ചെയ്ത് വെക്കും. അതിനാണ് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇതൊരു ഐസൊലേറ്റഡ് ടൈപ്പ് ഫൗണ്ടേഷൻ ആണ്. ഒരു സിംഗിൾ കോളത്തിന് താഴെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഫൗണ്ടേഷൻ ആണ് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഡെപ്ത് എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് ആണ്. ഡെപ്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 മീറ്റർ ടു 1.5 മീറ്ററിന്റെ ഇടയിൽ ആ ഒരു റേഞ്ചിലേ നമുക്ക് ഡെപ്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ലോഡ് സപ്പോസ് കൂടി കഴിഞ്ഞാൽ ഡെപ്ത് അല്ല നമ്മൾ ഇൻക്രീസ് ചെയ്യുക, വിഡ്ത്ത് ആയിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. സ്റ്റീൽ കോളത്തിന്റെ താഴെ, ഓക്കെ, സ്റ്റീൽ കോളത്തിന് താഴെ അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ഏതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഇറ്റ് വിൽ ബി ഗ്രില്ലേജ് ഫൗണ്ടേഷൻ ആയിരിക്കും. ഇനി നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ആർച്ച് ഫൗണ്ടേഷൻ ആണ്. ഇൻവേർട്ടഡ് ആർച്ച് ഫൗണ്ടേഷൻ പിയറിന്റെ ഒക്കെ ബോട്ടത്തിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻവേർട്ടഡ് ആർച്ചസ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിയറിന്റെ ഒക്കെ ബോട്ടത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. ലോഡ് കുറച്ചുകൂടെ ഈവൻലി, കുറച്ചുകൂടെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് ഇൻവേർട്ടഡ് ആർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റെപ്ഡ് ഫൗണ്ടേഷൻ ആണ്. അപ്പൊ സ്റ്റെപ്ഡ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് കാണിച്ചായിരുന്നു, പക്ഷേ സ്റ്റെപ്ഡ് ഫൂട്ടിങ്ങും സ്റ്റെപ്ഡ് ഫൗണ്ടേഷൻ തമ്മിൽ വ്യത്യാസമുണ്ട്. സ്റ്റെപ്ഡ് ഫൗണ്ടേഷൻ ഒരു സ്ലോപ്പിംഗ് സർഫസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് സ്റ്റെപ്ഡ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കുക, സ്ലോപ്പിംഗ് സർഫസിൽ നമുക്കൊരു കൺസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ ആ സ്ലോപ്പിംഗ് സർഫസിൽ പ്രൊവൈഡ് ചെയ്യുന്ന വാൾ, ആ വാളിന് കൊടുക്കുന്ന ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സ്റ്റെപ്ഡ് ഫൗണ്ടേഷൻ ആയിരിക്കും. ഇത്രയാണ് 3 ടൈപ്പ് ഷാലോ ഫൗണ്ടേഷൻസ് ഉള്ളത്. ഡീപ് ഫൗണ്ടേഷൻസിൽ 2 ടൈപ്പ് ഉണ്ട്, ലോഡ് ബിയറിംഗ് ഉണ്ട്, നോൺ ലോഡ് ബിയറിംഗ് ഉണ്ട്. ലോഡ് ബിയറിംഗ് ടൈപ്പിൽ 2 ടൈപ്പ് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് എൻഡ് ബിയറിംഗ് പൈലും ഉണ്ട്, അതേപോലെ തന്നെ ഫ്രിക്ഷൻ പൈലും ഉണ്ട്. അപ്പൊ ഏതൊരു പൈൽ എടുത്തു കഴിഞ്ഞാലും ഇതിൽ രണ്ടിലും ഈ ഫോഴ്സ് വരും. അതിലെ പ്രൊഡോമിനന്റ് ആരാണ് എന്നുള്ളതനുസരിച്ചിരിക്കും. അപ്പൊ എല്ലാ ടൈപ്പ് പൈലും കമ്പൈൻഡ് ആയിട്ടുള്ള പൈലാണ്. ലോഡ് ബിയറിംഗും ഉണ്ടാവും, അവിടെ ഫ്രിക്ഷൻ റെസിസ്റ്റൻസും ഉണ്ടാവും. പക്ഷെ അതിലെ പ്രൊഡോമിനന്റ് ആയിട്ട് വരുന്നത് ലോഡ് ബിയറിംഗ് ആണെങ്കിൽ, എൻഡ് ബിയറിംഗ് ആണെങ്കിൽ അതിന് നമ്മൾ എൻ ബിയറിംഗ് പൈൽ എന്ന് വിളിച്ചു. ഇനി പ്രൊഡോമിനന്റ് ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് സ്കിൻ ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് ആണെങ്കിൽ അത് നമ്മൾ ഫ്രിക്ഷൻ പൈൽ എന്ന് വിളിച്ചു. ഓക്കെ, ഇനി നമ്മുടെ ഈ പൈൽ എന്ന് പറയുന്നത് അതിന്റെ ഒരു വിസിനിറ്റിയിൽ, അല്ലെങ്കിൽ പൈലിന്റെ ഡെപ്ത് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ ഒരു വിസിനിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പോർഷനിൽ ഒരു ഹാർഡ് ബിയറിംഗ് സ്ട്രാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് നമുക്ക് ഇടിച്ചു നിർത്താനായിട്ട് പറ്റും. അതാണ് എൻഡ് ബിയറിംഗ് പൈൽ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ വിസിനിറ്റിയിൽ ഒരു നമുക്കില്ല, ഒരു ഹാർഡ് ബിയറിംഗ് സ്ട്രാറ്റം നമുക്ക് അവൈലബിൾ അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിനെ ഫ്രിക്ഷനിലായിട്ട് നമുക്ക് ചെയ്യാനേ പോസിബിലിറ്റി ഉള്ളൂ. അപ്പൊ അതാണ് ഫ്രിക്ഷൻ ടൈപ്പ് പൈൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ്
നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് അതായത് മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ലോഡ് ബിയറിംഗ് പൈലുകളാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടിമ്പർ പൈലാണ്. അതായത് ഏറ്റവും ഓൾഡസ്റ്റ് ടൈപ്പാണ് ടിമ്പർ പൈൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സാൻഡ് പൈൽ ഉണ്ട്, അത് എംബാങ്ക്മെന്റിന്റെ ഒക്കെ ടോപ്പിൽ ബോട്ടത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളത് കാസ്റ്റ് അയൺ യൂസ് ചെയ്യാം, റോട്ട് അയൺ യൂസ് ചെയ്യാം, സ്റ്റീൽ യൂസ് ചെയ്യാം. അപ്പോൾ ഒരു മറൈൻ കൺസ്ട്രക്ഷൻസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് റോട്ട് അയൺ പൈലാണ്. കാരണം അവിടെ ഒരുപാട് കൊറോഷൻ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് റോട്ട് അയൺ യൂസ് ചെയ്യാം. ഇനി അതേസമയം കുറച്ചുകൂടെ എക്കണോമിക്കലായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാൻ പറ്റുന്നത് സ്റ്റീൽ ആയിരിക്കും മറൈൻ സ്ട്രക്ചേഴ്സിലൊക്കെ പ്രിഫറബിളി യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക്കനെ നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെ ഉള്ളത് കോമൺലി അഡോപ്റ്റഡ് ആയിട്ടുള്ളതാണ്, അത് നമ്മുടെ സിമെന്റ് കോൺക്രീറ്റ് പൈൽസ് ആണ് കോമൺലി അഡോപ്റ്റഡ് ആയിട്ടുള്ളത്. അതിൽ 2 ടൈപ്പ് ഉണ്ട്, കാസ്റ്റ് ഇൻ സിറ്റു ഉണ്ട്, പ്രീ കാസ്റ്റും എടുക്കാം. കാസ്റ്റ് ഇൻ സിറ്റുവിൽ 2 ടൈപ്പ് ഉണ്ട്, കേസ്ഡും ഉണ്ട്, അതേപോലെ തന്നെ അൺകേസ്ഡും ഉണ്ട്. കേസ്ഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ പൈലിന് കോൺക്രീറ്റ് പൈലിന് ഒരു കവറിംഗ് ഉണ്ടെങ്കിൽ അതിനെ കേസ്ഡ് എന്ന് വിളിക്കും, കവറിംഗ് ഇല്ല എങ്കിൽ അതിനെ അൺകേസ്ഡ് എന്നും വിളിക്കും. ഇനി അതിലെ കേസ്ഡ് കാസ്റ്റ് ഇൻ സിറ്റു നമ്മൾ നോക്കിയാൽ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് റെയ്മണ്ട് പൈലാണ്. അപ്പോൾ റെയ്മണ്ട് പൈലിൽ നമുക്ക് എന്തുണ്ടാവും, ഒരു മാൻഡ്രൽ ഉണ്ടാവും. മാൻഡ്രലിനെ ചുറ്റി നമുക്ക് എന്തുണ്ടാവും, ഷെല്ലുണ്ടാവും. റിക്വയർഡ് ഡെപ്തിലേക്ക് ഇറക്കി മാൻഡ്രലിനെ റിമൂവ് ചെയ്തു, കോൺക്രീറ്റ് ഫില്ല് ചെയ്തു. അതിനെയാണ് നമ്മൾ റെയ്മണ്ട് പൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ടൈപ്പ് കേസ്ഡ് ആണ് റെയ്മണ്ട് പൈൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് മാക് ആർതർ പൈലാണ്. അപ്പോൾ അതായത് എന്തുണ്ടാവും, ഒരു കേസിങ് നമുക്കുണ്ടാവും. ദെൻ ആ കേസിങ് കോർ ഇത് രണ്ടും കൂടെ റിക്വയർഡ് ഡെപ്തിലേക്ക് ഇറക്കി കോറിനെ റിമൂവ് ചെയ്തു, കോൺക്രീറ്റ് ഫില്ല് ചെയ്തു, ഷെല്ലിറക്കി കോൺക്രീറ്റ് ഫില്ല് ചെയ്തു. കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, കേസിങ് പതിയെ ലിഫ്റ്റ് ചെയ്തെടുക്കും. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് മോണോ ട്യൂബ് പൈലാണ്. അപ്പൊ ഇവിടെ നമുക്ക് കേസിങ്ങും കോറും ഉണ്ടാവില്ല, പകരം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഷെൽ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഗേജ് കൂടിയ അല്ലെങ്കിൽ തിക്നെസ് കൂടിയ ടൈപ്പ് ഷെല്ലായിരിക്കും. അതിനെ വിളിക്കുന്ന പേര് ടേപ്പേർഡ് ഫ്ലൂട്ടഡ് സ്റ്റീൽ ഷെൽ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ടേപ്പേർഡ് ഫ്ലൂട്ടഡ് സ്റ്റീൽ ഷെൽ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. അപ്പൊ അത് ക്വസ്റ്റ്യൻ ചോദിക്കാം. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് കോബി ന്യൂമാറ്റിക് മാൻഡ്രൽ പൈലാണ്. അപ്പൊ കോബി ന്യൂമാറ്റിക് മാൻഡ്രൽ പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ന്യൂമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ പ്രഷർ വെച്ച് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്ന മാൻഡ്രൽ എന്ന് പറയുന്നത് അതിന് വിളിക്കുന്ന പേര് കോബി മാൻഡ്രൽ എന്നാണ്. ഈ കോബി മാൻഡ്രൽ എയർ നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതെന്താവും, അത് എൻലാർജ്ഡ് ആവും. അപ്പൊ എൻലാർജ് ചെയ്ത് അതെന്ത് ചെയ്യും, ഷെല്ലുമായിട്ട് ടൈറ്റ്ലി പാക്ഡ് ആവും. റിക്വയർഡ് ഡെപ്തിലേക്ക് നമ്മൾ ഇറക്കും. ദെൻ ഇറക്കിയതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യും, എയർ പ്രഷർ നമ്മൾ ഡീഫ്ലേറ്റ് ചെയ്യും. അതിനെ ഡീഫ്ലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കോറും അതേപോലെ തന്നെ നമ്മുടെ ഈ ഷെല്ലും തമ്മിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഇത് നമുക്ക് ഈസി ആയിട്ട് കോറിനെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ യൂസ് ചെയ്ത സാധനമാണ് കോബി ന്യൂമാറ്റിക് മാൻഡ്രൽ പൈൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് BSP ബേസ്ഡ് വൺ പൈലാണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഹെലിക്കലി വെൽഡഡ് ആയിട്ടുള്ള സ്റ്റീൽ ഷെല്ല് യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിക്കാം. അപ്പോൾ ഹെലിക്കലി വെൽഡഡ് ആയിട്ടുള്ള സ്റ്റീൽ ഷെല്ല് യൂസ് ചെയ്യുന്നത് കോബി ന്യൂമാറ്റിക് BSP ബേസ്ഡ് വൺ പൈലായിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്വേജ് പൈലാണ്. അപ്പോൾ സ്വേജ് പൈലിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് പറയുന്നത് അതായത് ടേപ്പേർഡ് ആയിട്ടുള്ള കോൺക്രീറ്റ് പ്ലഗ് വരുന്നത് ഏതിലാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ടേപ്പേർഡ് ആയിട്ടുള്ള കോൺക്രീറ്റ് പ്ലഗ് വരുന്നത് സ്വേജ് പൈലിലായിരിക്കും. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ബട്ടൺ ബോട്ടം പൈലാണ്. ബട്ടൺ ബോട്ടം ഷേപ്പ് ഉള്ള പൈൽ ഏതാണെന്ന് ചോദിക്കാം. ഇറ്റ് വിൽ ബി ബട്ടൺ ബോട്ടം പൈൽ. ദെൻ നെക്സ്റ്റ് അൺകേസ്ഡ് കാസ്റ്റ് ഇൻ സിറ്റുവിലെ ഏറ്റവും സിമ്പിൾ ടൈപ്പ് ആണ് സിംപ്ലക്സ് പൈൽ എന്ന് പറയും. സിംപ്ലക്സ് പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു കാസ്റ്റ് അയൺ ഷൂ ഉണ്ടാവും ബോട്ടത്തിൽ, ദെൻ അതിൽ നിന്ന് ഒരു കൊറുഗേറ്റഡ് ആയിട്ടുള്ള സ്റ്റെം ടോപ്പിലേക്ക് ഉണ്ടാവും. അതിനെ പറയുന്ന പേര് സിംപ്ലക്സ് പൈൽ എന്നാണ്. രണ്ടാമത്തെ ടൈപ്പ് പൈൽ എന്ന് പറയുന്നത് ഫ്രാങ്കി പൈലാണ്. ബട്ട് ഒരു ഡ്രൈ കോൺക്രീറ്റ് പ്ലഗ് യൂസ് ചെയ്യുന്ന ഏതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന വേറൊരു കേസ് എന്ന് പറയുന്നത് മഷ്റൂം ഷേപ്ഡ് ബോട്ടം അല്ലെങ്കിൽ എൻലാർജ്ഡ് ബേസ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഒന്നുകിൽ എൻലാർജ്ഡ് ബേസ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ മഷ്റൂം ഷേപ്ഡ് ബോട്ടം എന്നും ചോദിക്കാം. അപ്പൊ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുന്ന ആൻസർ ഫ്രാങ്കി പൈൽ എന്നുള്ളതാണ്. അടുത്ത ടൈപ്പ് പൈൽ എന്ന് പറയുന്നത് വൈബ്രോ പൈലാണ്. അപ്പോൾ വൈബ്രോ പൈലിലും ഇതേപോലെ കാസ്റ്റ് അയൺ ഷൂ ബോട്ടത്തിൽ ഉണ്ടാവും. പക്ഷെ ഇവിടെ യൂസ് ചെയ്യുന്ന സ്റ്റെം എന്ന് പറയുന്നത് ഹൈലി കൊറുഗേറ്റഡ് ആയിരിക്കും. അപ്പോൾ നല്ല കൊറുഗേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് പൈലാണ് വൈബ്രോ പൈൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പെഡസ്റ്റൽ പൈലാണ്. അപ്പോൾ പെഡസ്റ്റൽ പൈലിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് പറയുന്നത് പെഡസ്റ്റൽ ബോട്ടം ഉള്ളത് ഏതാണ് എന്ന് ചോദിക്കുള്ളൂ. അപ്പോൾ പെഡസ്റ്റൽ ബോട്ടം വരുന്ന പൈൽ ഏതായിരിക്കും, ഇറ്റ് വിൽ ബി പെഡസ്റ്റൽ പൈലാണ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രഷർ പൈലാണ്. പ്രഷർ പൈല് ഇതൊരു ടൈപ്പ് ഓഫ് ബോർഡ് പൈലാണ്. അതായത് നമ്മൾ ആദ്യം തന്നെ ബോർ ഹോൾ ഡ്രിൽ ചെയ്ത് ദെൻ അതിലേക്ക് കേസിങ് ഇറക്കി, ദെൻ കേസിങ് ഇറക്കിയതിന് ശേഷം ടോപ്പിൽ പ്രഷർ ക്യാപ്പ് അപ്ലൈ ചെയ്തിട്ട് ദെൻ നമ്മൾ കുറച്ച് കോൺക്രീറ്റ് ഫില്ല് ചെയ്യും. ദെൻ അതിനുശേഷം അതിലേക്ക് പ്രഷർ അപ്ലൈ ചെയ്യും. അങ്ങനെ പ്രഷർ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് കേസിങ് ലിഫ്റ്റ് ചെയ്തെടുക്കും. അങ്ങനെ യൂസ് ചെയ്യുന്ന സാധനമാണ് പ്രഷർ പൈൽ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ അണ്ടർ റീംഡ് പൈലാണ്. ബ്ലാക്ക് കോട്ടൺ സോയിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പൈലാണ് അണ്ടർ റീംഡ് പൈൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് പറയുന്നത് ഒന്ന് ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബ്ലാക്ക് കോട്ടൺ സോയിൽ യൂസ് ചെയ്യുന്ന പൈൽ ഏതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. രണ്ട് ഇവിടെ ചോദിക്കുന്നതെന്ന് പറയുന്നത് ഈ പൈലിന്റെ ഡയമീറ്റർ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്ന അണ്ടർ റീം അല്ലെന്നുണ്ടെങ്കിൽ ആ ബൾബിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 2 to 3 ടൈംസ് ഓഫ് പൈലിന്റെ ഡയമീറ്റർ ആയിരിക്കും. 2 to 3 ടൈംസ് ഓഫ് പൈൽ ഡയമീറ്റർ ആയിരിക്കും. സിംഗിൾ വാല്യൂ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂ എന്ന് പറയുന്നത് 2.5 ടൈംസ്
പൈൽ ഡയമീറ്റർ ആണ്. ഓക്കെ, ഇനി രണ്ടാമത് വേണമെങ്കിൽ ചോദിക്കാം, ഒരു മൾട്ടിപ്പിൾ അണ്ടർ റീംഡ് പൈലാണെന്നുണ്ടെങ്കിൽ ഈ ബൾബുകൾ തമ്മിലുള്ള സ്പേസിങ് ചോദിക്കാം. ഇറ്റ് വിൽ ബി 1.25 to 1.5 ടൈംസ് ബൾബ് ഡയമീറ്റർ ആയിരിക്കും. ബൾബ് ഡയമീറ്ററിനെ 1.25 to 1.5 ടൈംസ് ആയിരിക്കും. നെക്സ്റ്റ് ടൈപ്പ് കുറച്ച് നോൺ ലോഡ് ബിയറിംഗ് പൈലുകളാണ്. ഇപ്പൊ നോൺ ലോഡ് ബിയറിംഗ് പൈൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഹൊറിസോണ്ടൽ പ്രഷർ ആയിരിക്കും റെസ്ട്രിക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പ്രഷറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നതായിരിക്കും, ഹൊറിസോണ്ടൽ ലോഡിങ്ങിനെ റെസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും നോൺ ലോഡ് ബിയറിംഗ് പൈൽ എന്ന് പറയുന്നത്. ദെൻ അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഷീറ്റ് പൈലാണ്. അപ്പൊ ഷീറ്റ് പൈൽ ഹൊറിസോണ്ടൽ എർത്ത് പ്രഷർ, വാട്ടർ പ്രഷർ അതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് ഷീറ്റ് പൈൽ എന്ന് പറയുന്നത്. രണ്ടാമത് ഡോൾഫിൻ പൈലാണ്. ഷിപ്പ് മൂറിങ് അല്ലെങ്കിൽ ഷിപ്പിനെയൊക്കെ കെട്ടിയിടാൻ, ബോട്ടിനെയൊക്കെ കെട്ടിയിടാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് ഡോൾഫിൻ പൈൽ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫെൻഡർ പൈലാണ്. ഫെൻഡർ പൈൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഓഫ് ഷോർ സ്ട്രക്ചേഴ്സിൽ അല്ലെങ്കിൽ മറൈൻ സ്ട്രക്ചേഴ്സിലൊക്കെ ഈ ഷിപ്പ് അല്ലെങ്കിൽ വെസൽസ് ഒന്നും വന്ന് നമ്മുടെ ഈ സ്ട്രക്ചറിലേക്ക്, അതായത് അവിടെ യൂസ് ചെയ്യുന്ന സ്ട്രക്ചറിൽ വന്ന് ഇടിച്ച് കൊളൈഡ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പൈലുകളാണ് ഫെൻഡർ പൈൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് കോമ്പാക്ഷൻ പൈലാണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്നത് സോയിലിനെ കോമ്പാക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പൈലാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടെൻഷൻ ഓർ അപ്ലിഫ്റ്റ് പൈലാണ്. ആ ടെൻഷൻ ഓർ അപ്ലിഫ്റ്റ് പൈൽ എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ട്രക്ചർ ഏതാണോ അതിന്റെ ഓവർ ടേണിങ്ങിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പൈലുകളാണ് ടെൻഷൻ പൈൽ അല്ലെങ്കിൽ അപ്ലിഫ്റ്റിംഗ് പൈൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ പൈൽ എന്ന് പറയുന്നത്, ഈ പൈലിന്റെ ലെങ്ത് കൂടുതലായിരിക്കും. അപ്പൊ ഇതൊരു ആങ്കറേജ് പോലെ ആക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുന്ന ടൈപ്പ് പൈലാണ് ടെൻഷൻ ഓർ അപ്ലിഫ്റ്റ് പൈൽ എന്ന് പറയുന്നത്. അതായത് ഇത് ഓവർ ടേൺ ചെയ്താലും ഈ ലെങ്ത് കൂടുതലായതുകൊണ്ട് ഈ ടൈപ്പ് പൈലിൽ ഒരു ടെൻസൈൽ ഫോഴ്സ് വരും. അപ്പൊ അതെന്ത് ചെയ്യും, ഇതിനെ താഴേക്ക് നിലനിർത്തും. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുന്ന ടൈപ്പ് പൈലാണ് ടെൻഷൻ പൈൽ അല്ലെങ്കിൽ അപ്ലിഫ്റ്റ് പൈൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് പൈൽ എന്ന് പറഞ്ഞാൽ ആങ്കറേജ് പൈൽസും ഉണ്ട്. അപ്പൊ ആങ്കർ പൈൽസും ഉണ്ട്. ആങ്കർ പൈൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീറ്റ് പൈലുകൾ, അതായത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഷീറ്റ് പൈൽസ് ഉണ്ട്. ഈ ഷീറ്റ് പൈൽസിന്റെ കേസിൽ ഇവിടെ ഹൊറിസോണ്ടൽ എർത്ത് പ്രഷർ വരുമ്പോഴേക്കും ആ ഷീറ്റ് പൈൽസ് വേണമെങ്കിൽ ഓവർ ടേൺ ചെയ്യാം. അപ്പൊ അങ്ങനെ ഓവർ ടേൺ ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പൈലിനെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അഡീഷണലി ഒരു പൈലിനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഷീറ്റ് പൈൽസിനെ എങ്ങോട്ട് കണക്ട് ചെയ്യാം, ആങ്കർ പൈൽസിലേക്ക് കണക്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. എന്തെങ്കിലും ഒരു കയർ വെച്ച് കെട്ടി വെക്കാൻ പറ്റും. അങ്ങനെ യൂസ് ചെയ്യുന്ന പൈലാണ് ആങ്കർ പൈൽസ്. ആങ്കറേജിന് വേണ്ടിയിട്ട്, ഷീറ്റ് പൈൽസിന് ആങ്കറേജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ടൈപ്പ് നോൺ ലോഡ് ബിയറിംഗ് പൈലുകളാണ് നമുക്കുള്ളത്. ഇനി ബ്ലാക്ക് കോട്ടൺ സോയിലിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് ഏതാണെന്ന് വേണേൽ ചോദിക്കാം. ഓക്കെ, ബ്ലാക്ക് കോട്ടൺ സോയിലിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത് പൈലിന്റെ കേസ് നമുക്ക് ഓൾറെഡി അറിയാം, ഇറ്റ് ഈസ് അണ്ടർ റീംഡ് പൈലാണെന്നുള്ളത് അറിയാം. പിന്നെയുള്ള രണ്ട് ടൈപ്പാണ്, പാഡ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം അല്ലെങ്കിൽ സ്ട്രിപ്പ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് പിയർ ഫൗണ്ടേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഈ മൂന്ന് ടൈപ്പും നമുക്ക് എവിടെ സ്യൂട്ടബിൾ ആണ്, ബ്ലാക്ക് കോട്ടൺ സോയിലിൽ മൂന്ന് ടൈപ്പ് ഫൗണ്ടേഷനും നമുക്ക് സ്യൂട്ടബിൾ ആണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് മിസ്ലേനിയസ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. അപ്പൊ അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ആർച്ചിന്റെ സെന്ററിംഗ് ആണ്. ആർച്ചിന്റെ സെന്ററിംഗിൽ നമ്മൾ ജനറലി യൂസ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് റിബും ലാഗിങ്ങും ആണ്. ജനറലി യൂസ് ചെയ്യുന്ന സാധനം റിബും ലാഗിങ്ങും ആണ്. അതിൽ വെർട്ടിക്കലായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആർച്ചിന്റെ ഷേപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്ന തടിയുടെ പീസ്, ആ ടിമ്പർ പീസിനെ വിളിക്കുന്ന പേര് റിബ് എന്നാണ്. ദെൻ അതിന്റെ മുകളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന മെമ്പേഴ്സ്, ആ മെമ്പേഴ്സിനെ വിളിക്കുന്ന പേര് ലാഗിങ്സ് എന്നാണ്. അപ്പൊ ഈ റിബും ലാഗിങ്ങിന്റെയും ഈ അസംബ്ലി അതിന് ഗ്രൗണ്ട് ലോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെമ്പറാണ് പ്രോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ മൂന്ന് മെമ്പേഴ്സും ഓർത്തിരുന്നാൽ മതി. ഒന്ന് റിബ് ഉണ്ട്. റിബ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിന്റെ ഷേപ്പ് എന്തായിരിക്കും, ആർച്ചിന്റെ ഷേപ്പ് എന്താണോ ആ ഷേപ്പിൽ ഇരിക്കുന്ന സാധനം റിബ് ആയിരിക്കും. ദെൻ ലാഗിങ്സ് എന്ന് പറയുന്നത് എന്താണ്, സിംപ്ലി പറഞ്ഞാൽ ബാറ്റൻസ് തന്നെയാണ്. അതിന് മുകളിൽ പ്രൊവൈഡ് ചെയ്യുന്ന ബാറ്റൻസ് ആണ്, അതിനെ പറയുന്നവരാണ് ലാഗിങ്സ് എന്നുള്ളത്. ഇനി ഈ റിബിൽ നിന്ന് വരുന്ന ലോഡ് ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെമ്പറാണ് പ്രോപ്പ് എന്ന് പറയുന്നത്. ദെൻ ടേണിംഗ് പീസ് നമ്മൾ യൂസ് ചെയ്യും ആർച്ചിന്റെ സെന്ററിംഗിൽ. പക്ഷേ ഈ ടേണിംഗ് പീസ് യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർച്ചിന്റെ നമ്മൾ യൂസ് ചെയ്യുന്ന ആർച്ചിന്റെ തിക്നെസ് എന്ന് പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ബ്രിക്കിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഹാഫ് ബ്രിക്ക് തിക്കിലും കുറഞ്ഞ ഒരു കൺസ്ട്രക്ഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന വാളിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഹാഫ് ബ്രിക്ക് തിക്കിലും കുറവാണെങ്കിൽ യൂസ് ചെയ്യുന്ന സാധനമാണ് ടേണിംഗ് പീസ് എന്ന് പറയുന്നത്. അപ്പൊ ടേണിംഗ് പീസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സിംഗിൾ ടിമ്പർ പീസ് ആണ്, ഒരൊറ്റ വലിയൊരു ലാർജ് ക്രോസ് സെക്ഷൻ ഉള്ള ഒരു ടിമ്പർ പീസ് ആണ്. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് ഇവിടെ ഫീസിബിൾ അല്ല. വാളിന്റെ വിട്ട് കൂടുന്നതിനനുസരിച്ച് ഇത് ഫീസിബിൾ ആവാതെ വരും. അപ്പൊ അതുകൊണ്ട് ഇത് ഉള്ളിൽ എന്തായിരിക്കും, ഹോളോ പോർഷൻ ആണ്. പക്ഷെ ഇവിടെ എന്താണ്, ഇതൊരു സോളിഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആയിരിക്കും. അപ്പൊ അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഹാഫ് ബ്രിക്ക് തിക്നെസ് വാളിൽ വരുന്ന കേസുകളിലായിരിക്കും നമ്മൾ ഇത് യൂസ് ചെയ്യുക, ടേണിംഗ് പീസ് യൂസ് ചെയ്യുക. അല്ലാത്ത കേസുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഏതായിരിക്കും, ഈ റിബിന്റെയും ലാഗിങ്ങിന്റെയും കോമ്പിനേഷൻസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് സാൻഡ് ബോക്സ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർച്ചിന്റെ സെന്ററിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. അതായത് നമ്മുടെ പ്രോപ്പ് ഉണ്ടല്ലോ, ആ പ്രോപ്പാണ് ഈ മെമ്പർ. അപ്പൊ പ്രോപ്പ് നമ്മൾ നേരെ താഴെ ഒരു സാൻഡ് ബോക്സിലേക്ക് കണക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ആർച്ചിന്റെ സെന്ററിംഗിൽ അല്ലെങ്കിൽ ആർച്ച് സെന്റർ ചെയ്യുന്ന സമയത്ത് ഈ പ്രോപ്പ് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ സഡൻ ഷോക്ക് വരാതിരിക്കാൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് സാൻഡ് ബോക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ സാൻഡ് പതിയെ അങ്ങ് തുറന്നു വിടും.
സാൻഡ് പതിയെ തുറന്നു വിടുന്നതിനനുസരിച്ച് ഈ പ്രോപ്പ് എന്ത് ചെയ്യും, അത് പതിയെ ലോവർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ പെട്ടെന്ന് ലോവർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഒരു സഡൻ ഷോക്ക് ഉണ്ടാവും, അവിടെ വേണമെങ്കിൽ ക്രാക്സ് ഡെവലപ്പ് ചെയ്യാം. അത് അവോയ്ഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് സാൻഡ് ബോക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആർച്ചിന്റെ സെൻറ്ററിങ്ങിലാണ് സാൻഡ് ബോക്സ് മെത്തേഡ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പാർട്ടീഷൻ ആണ്. പാർട്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പാർട്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്കൊരു സ്പേസ് ഉണ്ടെങ്കിൽ ആ സ്പേസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് പാർട്ടീഷൻ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് പാർട്ടീഷൻ എന്ന് പറയുന്നത്. പാർട്ടീഷന്റെ ടൈപ്സ് എടുത്തു കഴിഞ്ഞാൽ ബ്രിക്ക് മെറ്റീരിയൽ യൂസ് ചെയ്യാം, ദെൻ ക്ലേ ബ്ലോക്ക് ഉണ്ട്, കോൺക്രീറ്റ് ഉണ്ട്, ഗ്ലാസ് മെറ്റീരിയൽ ഉണ്ട്, ടിമ്പർ ഉണ്ട്, മെറ്റൽ ഉണ്ട്, പ്ലാസ്റ്റർ സ്ലാബ് ഉണ്ട്, ആസ്ബറ്റോസ് സിമെന്റ് ഷീറ്റ് ഉണ്ട്, വുഡ് വൂൾ ഉണ്ട്, അതേപോലെ തന്നെ സ്ട്രോ ബോർഡ് ഉണ്ട്. അപ്പൊ ഇത്രയും മെറ്റീരിയൽസ് ആണ് ടൈപ്സ് ഓഫ് പാർട്ടീഷൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ടൈപ്സ് ഈ മെറ്റീരിയൽസ് ഈ ടൈപ്പുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റംസ് ആണ്. അപ്പോൾ ഫയർ പ്രൊട്ടക്ഷൻസിലെ നമ്മൾ ഫയർ പ്രൊട്ടക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് ഫയർ കത്തി തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ആളുകൾക്ക് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ആളുകൾക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റണം. അപ്പം നമുക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ഫയർ പ്രൊട്ടക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഫയർ പ്രൊട്ടക്ഷനിൽ കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ട്. ആ റിക്വയർമെന്റ്സ് ആണ് വാൾ ഓപ്പണിങ്സ് കുറവായിരിക്കണം. ദെൻ ആ ഓപ്പണിംഗ് കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, ഓക്സിജന്റെ പ്രസൻസ് കൂടും, ഫയർ ആളിക്കത്തും. അപ്പോൾ അതുകൊണ്ടാണ് ഓപ്പണിംഗ് കുറവായിരിക്കണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉള്ളത് നമ്മൾ യൂസ് ചെയ്യുന്ന ബിൽഡിംഗ് കമ്പോണൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതെല്ലാം ഫയർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ മാക്സിമം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളത്. ഇനി ഫയർ സേഫ്റ്റിക്ക് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഉണ്ട്. മെത്തേഡ്സ് എന്ന് പറയുന്നത് ഒന്ന് ഫയർ അലാം സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഫയർ എക്സ്റ്റിങ്വിഷിംഗ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഒരു സ്ട്രക്ചറിൽ. പിന്നെ ഉള്ളത് എസ്കേപ്പ് റൂട്ടുകൾ ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ പാസേജുകൾ വരാം, അല്ലെങ്കിൽ ഫയർ സ്റ്റെയർ വരാം. ഇതെല്ലാം ഫയർ എസ്കേപ്പിംഗ് സിസ്റ്റംസ് ആണ്. അപ്പോൾ അതുവഴിയെല്ലാം നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു BC എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ ലാസ്റ്റ് നമ്മൾ എടുത്ത വീഡിയോയിൽ കംപ്ലീറ്റ് ആയില്ല. അപ്പോൾ അതുകൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു സെഷനോടെ അഡീഷണലി എടുത്തത്. അപ്പോൾ എന്തായാലും ഈ എക്സാമിന് വേണ്ടിയിട്ട്, അതായത് 28 നടക്കുന്ന എക്സാമും അതേപോലെ തന്നെ 29 നടക്കുന്ന എക്സാമിലും എല്ലാവർക്കും നന്നായിട്ട് അപ്പിയർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു വെരി മച്ച്.